നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. തീവ്ര ഇസ്ലാമിക ശക്തിയായ താലിബാൻ അഫ്ഗാൻ കീഴടക്കിയതോടെ ഹൃദയഭേദകമായ വാർത്തകളാണ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ സാധാരണ പൗരന്മാർ തങ്ങളുടെ ജീവന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. ലോകരാജ്യങ്ങളുടെ കണക്കുകൂട്ടലിനേക്കാൾ വേഗത്തിലാണ് താലിബാൻ അഫ്ഗാനെ കീഴടക്കിയത്. എന്നാൽ ഈ ഭീകര സംഘടനയെ വെള്ളപൂശുന്നവർ നമ്മുടെ കൊച്ചു കേരളത്തിലും ഉണ്ട് എന്നത് ആശങ്ക ജനിപ്പിക്കുന്ന വസ്തുതയാണ്. സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് വേട്ട, സ്ലീപ്പർ സെല്ലുകൾ, തീവ്രവാദ റിക്രൂട്ട്മെന്റ് ഇവയെല്ലാം കേരളത്തിൽ അരങ്ങ് തകർക്കുമ്പോൾ ഷെക്കേന ബിഗ് ഡിബേറ്റ് ചോദിക്കുന്നു, താലിബാനിസം കേരളത്തെ കീഴടക്കുവാൻ ഇനി എത്ര നാൾ? ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു BJPയുടെ ഔദ്യോഗിക വക്താവ് ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റ് ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, ദീപിക ഡൽഹി ബ്യൂറോ ചീഫ് ശ്രീ ജോർജ് കല്ലുവേലിൽ, സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വിനോദ് മാത്യു. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, താലിബാൻ എന്ന വാക്കിനർത്ഥം വിദ്യാർത്ഥി എന്നാണ്. ഈ ഒരു പേര് അവർ സ്വീകരിച്ചത് യാദൃശികമാണോ? സമാനതകളില്ലാത്ത മനുഷ്യത്വരഹിതമായ അവരുടെ ക്രൂര പ്രവൃത്തികളുടെ പിന്നിലെ ഈ ഐഡിയോളജിയുടെ അടിസ്ഥാനം എന്താണ്? ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ. താലിബാൻ എന്ന് പറഞ്ഞാൽ ജോർജ് പറഞ്ഞതുപോലെ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ടു ബി സ്പെസിഫിക് സ്കൂൾ വിദ്യാർത്ഥികൾ എന്നല്ല, മദ്രസ വിദ്യാർത്ഥികൾ എന്ന് തന്നെ നമ്മൾ അർത്ഥം പറയേണ്ടി വരും. അതാണ് അർത്ഥം. എന്നാൽ ഈ താലിബാൻ ഉണ്ടായ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. സോവിയറ്റ് അധിനിവേശത്തിന്റെ തൊട്ടു പിന്നാലെ ഏകദേശം 1994 താലിബാൻ ഉടലെടുക്കുന്നത്. സോവിയറ്റ് അധിനിവേശത്തിന് ശേഷം സോവിയറ്റ് പടയ്ക്കെതിരെ പൊരുതുന്നതിനു വേണ്ടി അമേരിക്ക അവിടെ ഉണ്ടായിരുന്ന മുജാഹിദുകൾക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനക്കാർക്കൊക്കെ ആയുധങ്ങളും മറ്റു സഹായങ്ങളും പാകിസ്ഥാനിലെ സിയ ഉൽ ഹക്ക് വഴി അമേരിക്ക നിർലോഭം കൊടുത്തിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അമേരിക്കയുടെ പിന്തുണയോടുകൂടെ സോവിയറ്റ് ഭരണത്തെ പടിക്ക് പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം, അതായത് ടു ബി പ്രിസൈസ് ഫെബ്രുവരി 15, 1989 എല്ലാ സോവിയറ്റ് പട്ടാളക്കാരും അഫ്ഗാനിസ്ഥാൻ വിട്ടതിന് ശേഷം അവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന വാർലോഡ്സ് അഥവാ യുദ്ധപ്രഭുക്കൾ, അവരുടെ എല്ലാവരുടെ ഒരു കോഅലിഷൻ അഫ്ഗാനിസ്ഥാനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ അതിനകത്ത് വലിയ സ്പ്ലിറ്റ് ഉണ്ടാകുകയും അനേകം ആളുകൾ, ഏകദേശം 50,000-ഓളം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1992 മുതൽ 1996 വരെയുള്ള 4 വർഷത്തിനിടയ്ക്ക് 50,000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അതിനിടയ്ക്ക് 94 ഇതിന്റെ ഏകദേശം മധ്യത്തോടനുബന്ധിച്ചാണ് 94 ഒരു പുതിയ പ്രസ്ഥാനം, ഈ അഫ്ഗാൻ വാർലോഡുകളുടെ ഇടയിൽ ഒരു പുതിയ പ്രസ്ഥാനം ഉടലെടുക്കുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് താലിബാൻ അഥവാ വിദ്യാർത്ഥികൾ. ഈ താലിബാൻ അഥവാ വിദ്യാർത്ഥികൾ ചുരുക്കി പറഞ്ഞാൽ മദ്രസ വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യം, മുല്ല ഒമറിന്റെയൊക്കെ നേതൃത്വത്തിൽ തുടങ്ങിയ അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ശരിയ അഥവാ ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യം ഭരിക്കപ്പെടണം. അല്ലാതെ വാർലോഡുകളുടെയോ മറ്റാരുടെയെങ്കിലും യുദ്ധപ്രഭുക്കന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെയോ അടിസ്ഥാനത്തിലല്ല, ജനാധിപത്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ശരിയത്ത് നിയമം എന്ന ഇസ്ലാമിക ഈ പറയുന്ന മുഹമ്മദ്, അതുപോലെ തന്നെ മുഹമ്മദ് പ്രവാചകനും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിൽക്കാലത്ത് വന്ന ഖലീഫമാരും ഒക്കെ ഉണ്ടാക്കിയ ഈ ഖുറാന്റെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ശരിയത്ത് നിയമപ്രകാരമുള്ള ഭരണക്രമം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കപ്പെട്ട പ്രസ്ഥാനമാണ് താലിബാൻ എന്ന് പറഞ്ഞ. അപ്പം മദ്രസ വിദ്യാർത്ഥികൾ ഒരു യുദ്ധപ്രഭുക്കന്മാരുടെ ക്ലാഷിനിടക്ക് ഒരു പുതിയ സംഘടനക്ക് രൂപം കൊടുക്കുകയും മുല്ല ഒമറിന്റെയൊക്കെ നേതൃത്വത്തിൽ ഇസ്ലാമിക നിയമപ്രകാരമുള്ള ഒരു ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയ ഒരു പ്രസ്ഥാനമാണ് താലിബാൻ. ആ താലിബാൻ 96 തന്നെ, ടു ബി പ്രിസൈസ് സെപ്റ്റംബർ 26, 96 താലിബാൻ കാബൂളിൽ പ്രവേശിക്കുകയും അതിനുശേഷം 2001 താലിബാനെ അമേരിക്ക നേരിട്ട് ഇറങ്ങി പുറത്താക്കുന്നതുവരെ 5 വർഷത്തോളം താലിബാന്റെ അട്രോസിറ്റികൾ, താലിബാന്റെ കൊലപാതക പരമ്പരകൾ, സ്ത്രീവിരുദ്ധ പരമ്പരകൾ അരങ്ങേറിയത് ചരിത്രം സാക്ഷിയാണ്. വീണ്ടും ചരിത്രം ആവർത്തിക്കപ്പെടുന്നു. താലിബാൻ വീണ്ടും കാബൂളിലേക്ക് പ്രവേശിക്കുന്നു. ഒരു കാര്യം മാത്രം മാറ്റമില്ല നിലനിൽക്കുന്നു. അന്നും താലിബാൻ ഇസ്ലാമിക രാഷ്ട്രമുണ്ടാക്കി, ഇന്നും താലിബാൻ അഫ്ഗാനെ വീണ്ടും ഒരു ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാനായി മാറ്റി. അപ്പോൾ അവരുടെ ആശയ സംഹിതയ്ക്ക് ഒരു രൂപത്തിലും വ്യത്യാസം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ആസ് ലോങ് ആസ് അവർ ഒരു മുസ്ലിമായി നിലനിൽക്കുന്നത്രയും സമയം
ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ഭരിക്കുമെന്ന് പറയുന്ന അത്രയും സമയം അവരുടെ ആറ്റിറ്റ്യൂഡിലോ അവരുടെ ഇടപെടലിലോ ആത്മാർത്ഥമായ ഒരു മാറ്റവും ലോകത്തിന് പ്രതീക്ഷിക്കാൻ വകയില്ല. അല്ലെങ്കിൽ അവർ മുന്നമേ ചെയ്ത ശരീഅത്ത് നിയമം തെറ്റാണെന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വരും. അവരിപ്പോൾ ശരീഅത്ത് ഉപേക്ഷിച്ചെന്ന് പറയേണ്ടി വരും. ഒരുവൻ ശരീഅത്ത് ഉപേക്ഷിച്ചാൽ അവൻ അമുസ്ലിമായി മാറുന്നു, അഥവാ മുർദ്ദത്തായി മാറുന്നു എന്നുള്ളതാണ്. വ്യക്തമാണ് ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ താലിബാന്റെ ഒരു ഐഡിയോളജി, അവരുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് വിശദമായി പറയുകയായിരുന്നു. തീവ്ര ഇസ്ലാമിക ശക്തികൾ ഒരു രാജ്യത്തിന്റെ ഭരണം കയ്യേറുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യാഘാതമല്ലേ നമ്മളിവിടെ കാണുന്നത്? നമുക്കറിയാം, താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണത്തിലേറിയപ്പോൾ താലിബാനെ വെള്ളപൂശുന്നവരെ കേരളത്തിൽ നാം കണ്ടു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ MK മുനീർ താലിബാനെതിരെ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അദ്ദേഹത്തിന് നേരെയുണ്ടായ സൈബർ ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ നാം കണ്ടതാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം ഈ തീവ്രമായ ഈ ഐഡിയോളജി കേരള സമൂഹത്തിൽ ആഴത്തിൽ വേരിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയല്ലേ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ? കേരളീയ സമൂഹത്തിൽ ഈ ഒരു തീവ്ര സ്വഭാവം വേരിറങ്ങി കഴിഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നുമല്ല, താലിബാന്റെ കാലത്തൊന്നുമല്ല. അത് ഖിലാഫത്ത് കാലം മുതൽ അങ്ങനെയാണ്. തുർക്കിയിലെ ആ ഖിലാഫത്ത് പ്രസ്ഥാനം ലോകത്തൊരിടത്തും ശ്രദ്ധിക്കപ്പെടാതിരുന്ന കാലഘട്ടത്തിൽ തുർക്കിയിൽ വന്ന് പെട്ടെന്ന് കടന്നുപോയ ആ പ്രസ്ഥാനത്തെ കേരളത്തിലാണ് അന്ന് ഏറ്റവും കൂടുതൽ ശക്തിയായി വളർത്തുകയും അതിന്റെ ഫലമായി കേരളത്തില് 10,000-കണക്കിന് ഹിന്ദുക്കൾ കൊല്ലപ്പെടുകയും ചെയ്ത മലബാർ കലാപം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിലും കേരളമാണ് അന്ന് തുർക്കിയിലെ ഖലീഫയ്ക്ക് ആ ശരിയ നിയമം അനുസരിച്ച് നല്ല പിന്തുണ കൊടുത്തു, ഇവിടുത്തെ സാമൂഹ്യ സംവിധാനം. അതിന്റെ കാരണം ഇവിടുത്തെ മുസ്ലിങ്ങളല്ല, ഇവിടുത്തെ സാമൂഹ്യ പരിസ്ഥിതിയുമല്ല. അതിന് കാരണം അന്ന് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി ആയിരുന്നു. കോൺഗ്രസ് പാർട്ടി എടുത്ത നയമാണ് ഇവിടെ അത്ര ക്രൂരമായി ഭീകരമായി നടപ്പാക്കുന്നത്. പിന്നീട് നമുക്ക് കാണാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നപ്പോ ഇവിടെ മുസ്ലിമിന്റെ പേരിൽ ഒരു മലപ്പുറം ജില്ല കൊടുത്തു എന്ന് മാത്രമല്ല മറ്റ് ആനുകൂല്യങ്ങൾ കൊടുത്തു. അത് പിന്നെ ഇറാഖില് സദാം ഹുസൈന്റെ അപദാനങ്ങൾ വാഴ്ത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടു, ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ഇസ്ലാമിക തീവ്രവാദ ശക്തികൾക്ക് ലോകത്ത് എവിടെയൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അതിന്റെ എല്ലാം സ്ലീപ്പിംഗ് സെല്ലുകൾ കേരളത്തിന്റെ മണ്ണിലുണ്ട് എന്ന് പറഞ്ഞത് നമ്മുടെ ഇപ്പോൾ പടിയിറങ്ങിയ പോലീസ് മേധാവിയാണ്, ബെഹ്റയാണ് പറഞ്ഞത്. അപ്പോൾ ബെഹ്റയ്ക്ക് അത് തുറന്നു പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമുക്കത് വ്യക്തമായ തെളിവാണ്. ഇപ്പോ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളിയിൽ സ്ഫോടനം നടത്തിയ പ്രതികളെ അന്വേഷിച്ചു വന്നാൽ അത് കേരളത്തിലെത്തുന്നത്, ആ അന്വേഷണം കേരളത്തിലെത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ പൊട്ടിത്തെറിച്ച ചാവേറുകളെ സംബന്ധിച്ചുള്ള അന്വേഷണം വരുമ്പോഴും പ്രതികളെ അന്വേഷിച്ച് വരുമ്പോൾ കേരളത്തിലെത്തുന്നത്. ഇത് ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഇസ്ലാമിക തീവ്രവാദം അതിന്റെ ആക്ഷനുകൾ നടത്തിയാലും പ്രതികൾ ഓടി ഒളിക്കുന്നത് കേരളത്തിലാണ്. അതിന്റെ കാരണം എന്താ? ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ഇവിടുത്തെ ഭരണകക്ഷിയും ഇവിടുത്തെ പ്രതിപക്ഷവും അടക്കം അവർക്ക് രാഷ്ട്രീയ അഭയം കൊടുക്കുകയും മാന്യത കൊടുക്കുകയും പിന്തുണ കൊടുക്കുകയും മന്ത്രിസഭയിൽ അംഗത്വം കൊടുക്കുകയും വരെ ചെയ്യുന്ന ലോകത്തെ മറ്റൊരു പ്രദേശമില്ല. കാശ്മീരിൽ പോലും ഇല്ല. അപ്പൊ കാശ്മീർ പോലും തീവ്രവാദികളുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടപ്പോൾ തീവ്രവാദികൾക്ക് മന്ത്രിസഭാ പ്രവേശം പോലും കൊടുക്കുന്ന ഒരു പ്രദേശമായി കേരളം മാറി. അതിനെ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വളരെ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താലിബാൻ ഇനി നേരിട്ട് കടന്നു വരുന്നത് കേരളത്തിലേക്കായിരിക്കും. നേരത്തെ പറയുമായിരുന്നു കാബൂൾ, കാശ്മീർ, കേരളം. ഇപ്പോ കാശ്മീർ എന്നും വേണ്ട, കാബൂൾ ടു കേരള എന്നുള്ള മട്ടിലേക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കുന്നു. അതിന്റെ ഫലം മലയാളികൾ അനുഭവിക്കുമ്പോൾ അന്ന് ഇതിന്റെയൊക്കെ കാരണക്കാരാരാണ് എന്ന് പോലും തിരിച്ചറിയാത്ത വിധം ഇതൊന്നും വിസ്മരിക്കപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് ഇന്ന് ഷക്കീന TV വിളിക്കുന്ന ഈ ഒരു ചർച്ച വളരെയേറെ കാലിക പ്രാധാന്യമുള്ളതാണ്. വസ്തുനിഷ്ഠമായ ചർച്ചകൾ നടക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ അഡ്വക്കേറ്റ് വിനോദ് മാത്യു, നമുക്കറിയാം താലിബാൻ ആ ഒരു സംഘടനയെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അവരുടെ ഒരു പ്രധാന വരുമാന സ്രോതസ് എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് കടത്താണ്. ഒപ്പിയം കൾട്ടിവേഷനിൽ ലോകത്തിലെ നമ്പർ 1 ആണ് അഫ്ഗാനിസ്ഥാൻ. അതുപോലെ തന്നെ അടുത്ത പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് ഈ ഫോറിൻ ഫണ്ടിങ് ആണ്. ഈ കേരളത്തിൽ താലിബാനെ ചിലർ പിന്തുണയ്ക്കുന്നു. കേരളത്തിൽ സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് വേട്ട ഇവയെല്ലാം വർദ്ധിച്ചു വരുന്നു. ഇതിൻ്റെ എല്ലാം ഒരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ താലിബാന്റെ ബിസിനസിന്റെ ഗുണഭോക്താക്കൾ ഉണ്ട്,
അല്ലെങ്കിൽ താലിബാനെ ഫണ്ട് ചെയ്യുന്നവർ ഉണ്ട് എന്നതിന്റെ ഒരു സൂചനയല്ലേ അഡ്വക്കേറ്റ് വിനോദ് മാത്യു? തീർച്ചയായിട്ടും ഈ താലിബാൻ എന്ന് പറയുമ്പോൾ കേവലം ആ സംഘടനയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ആ സംഘടന എന്നുള്ളത് മാത്രമല്ല, ഇതൊരു ആശയത്തിന്റെ പ്രത്യേകത കൂടിയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വിഷയം വന്നപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം ആദ്യം വളരെ സൈലന്റ് ആയിരുന്നു. ഈ വിമാനത്തിൽ നിന്നൊക്കെ പുഴുക്കളെ പോലെ മനുഷ്യർ പൊഴിഞ്ഞു വീണ് കണ്ടതിന് ശേഷവും പ്രതികരിക്കാനൊക്കെ വലിയ മടിയായിരുന്നു. അതിനുശേഷം ചാനലുകളൊക്കെ എനിക്ക് തോന്നുന്നു മറ്റ് മാർഗമില്ലാത്തത് കൊണ്ടാണ് ശക്തമായി പലരും എഴുതി പ്രതികരിച്ചു. അപ്പൊ അതിന്റെ അടിയിൽ വരുന്ന കമന്റുകളൊക്കെ നമ്മൾ വായിക്കും. ഇപ്പൊ കമന്റ് ആണല്ലോ നമ്മളൊരു പുതിയൊരു സോഷ്യൽ മാധ്യമത്തിലെ മാറും. ഇതിന്റെ കമന്റുകളാണ് ഓരോരുത്തരുടെയും അവരുടെ ആശയങ്ങൾ പ്രകാശനം ചെയ്യുന്നത്. നമുക്ക് വായിക്കുമ്പോൾ ഈ ആശയം പേറുന്നവർ, അതായത് താലിബാൻ എന്ന് പറയുന്ന സംഘടനയിൽ പോയി ചേർന്നോ എന്നുള്ളതല്ല അതിന്റെ ഭീകരത എന്ന് പറയുന്നത്. മറിച്ച് അവർ മുമ്പോട്ട് വെക്കുന്ന ശരീഅത്ത് നിയമങ്ങളും അവർ മുമ്പോട്ട് വെക്കുന്ന ഇത്തരത്തിലുള്ള വളരെ റിജിഡായിട്ടുള്ള അല്ലെങ്കിൽ ജനാധിപത്യ ബോധം ഒട്ടുമില്ലാത്ത അല്ലെങ്കിൽ അത്തരത്തിലുള്ള വളരെ പൈശാചികമായ വളരെ ക്രൂരമായ നിന്ദ്യമായിട്ടുള്ള ആശയങ്ങൾ മുമ്പോട്ട് വെക്കുമ്പോൾ ആ ആശയങ്ങളെ തള്ളിപ്പറയുന്ന ചിലർ, ഇത് ശരിയല്ല, വാക്സിൻ നിരോധിച്ച താലിബാന്റെ പ്രവർത്തനം ശരിയല്ല, ചിലർ പറയുന്നത് കേട്ടു. എന്നിട്ട് അതിന്റെ കൂട്ടത്തിൽ അവസാനം കൊണ്ടുവന്ന് വെക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പക്ഷേ ചേർക്കുന്നുണ്ട്. സ്ത്രീകളെ വിദ്യാഭ്യാസം കൊടുക്കാത്ത താലിബാന്റെ പ്രവർത്തന രീതി ശരിയല്ല, അതിനെ അപലപിക്കുന്നു. പക്ഷേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തല്ലി തകർക്കുന്ന താലിബാൻ ശരിയല്ല. പക്ഷേ എന്നാൽ അമ്യൂസ്മെന്റ് പാർക്ക് പോലും തീയിട്ടു, അത് ശരിയല്ല. പക്ഷേ ഈ പക്ഷേക്ക് ശേഷമാണ് ഇവരുടെ ആശയം പുറത്തോട്ട് വരുന്നത്. ഈ പക്ഷയാണ് ഏറ്റവും കൂടുതൽ ഭയം എന്ന് പറയുന്നത്. ആ പക്ഷയിലാണ്, അതായത് ഇരയ്ക്കൊപ്പം നിൽക്കുകയും വേട്ടക്കാരനൊപ്പം ഓടുകയും ചെയ്യുന്ന ഒരു തന്ത്രം. ഇത് നമ്മുടെ അതിഭീകരമായ ഒരു വലിയ അപകടത്തിലേക്ക് കേരളത്തിന്റെ എന്നല്ല ഈ ലോകത്തിന്റെ ചിന്തയെയും ലോകത്തിന്റെ സമാധാന ശ്രമങ്ങളെയും കൊണ്ട് എത്തിക്കും എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. അതുകൊണ്ട് കേരളം താലിബാനായി മാറുമോ അല്ലെങ്കിൽ കേരളം നാളേക്ക് താലിബാനാകുമോ എന്നുള്ളതല്ല. നിലവിൽ ഇത്തരം ആശയങ്ങൾ പേറുന്ന, വർഷങ്ങൾക്ക് ശേഷം താലിബാൻ കേരളത്തിലാകുമോ എന്നുള്ളതൊന്നുമല്ല. ഇത്തരത്തിലുള്ള, അത് താലിബാനാവട്ടെ മറ്റ് ഇത്തരത്തിലുള്ള മത സാമുദായിക വളരെ ശക്തമായ ആശയങ്ങൾ പേറുന്ന എല്ലാവരെയും ഞാൻ താലിബാൻ എന്ന് പറയുന്ന ഗണത്തിലാണ്. അതായത് ഞാൻ ആശയത്തിൽ, ഇവിടെ സാർ സൂചിപ്പിച്ച പോലെ മദ്രസ വിദ്യാർത്ഥികൾ എന്ന പദമാണ് അതിന്റെ അർത്ഥമെങ്കിലും, അതായത് മതത്തിനെ അല്ലെങ്കിൽ സ്വന്തം മതത്തിന്റെ ആശയങ്ങളാണ് ഒരു ജനാധിപത്യ പുരോഗമന സംവിധാനത്തിൽ നടപ്പിലാക്കേണ്ടതെന്നും അങ്ങനെ ഒരു സമ്പ്രദായത്തിലുള്ള ഒരു ഗവൺമെന്റ് ഭൂമിയിൽ എല്ലാ രാജ്യങ്ങളിലും വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരായാലും അവര് പേറുന്നത് പൈശാചിക ചിന്തയാണ്. അത് ലോകത്തിന് ഭൂഷണമല്ല, കേരളത്തിന് ഭൂഷണമല്ല, നമ്മുടെ വരും തലമുറയ്ക്ക് ഭൂഷണമല്ല. അങ്ങനെയുള്ളവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താൻ പൊതുസമൂഹത്തിന് കഴിയണം. ഈ പൊതുസമൂഹത്തിൽ ആരൊക്കെയുണ്ട്? ഈ പൊതുസമൂഹത്തിൽ എല്ലാ മതത്തിലും വിശ്വസിക്കുന്നവരുമുണ്ട്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവിടെ ഇരിക്കുന്ന മറ്റ് സാജൻ അഡ്വക്കേറ്റ് അദ്ദേഹം അങ്ങനെ ആയിരിക്കത്തില്ല. പക്ഷേ എല്ലാവരെയും ഒന്നിച്ചു കാണാനുള്ള എന്റെ മതവിശ്വാസം എന്റെ പേഴ്സണൽ ആണെന്നും മറ്റൊരാള് എന്റെ മതവിശ്വാസത്തിനെതിരായി ജീവിച്ചാൽ ഞാൻ അയാളെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറയുന്ന ആ ഒരു സാഹോദര്യ മനോഭാവമാണ് ഇതിനെതിരായി ഉയർത്തു വരേണ്ടത്. അതാണ് മുമ്പോട്ട് വെക്കേണ്ട ആശയം. വ്യക്തമാണ്. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കുകയാണ് വിനോദ് മാത്യു. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ണൂരിൽ 2 യുവതികളെ IS ബന്ധവുമായി ബന്ധപ്പെട്ട് എന്നെ അറസ്റ്റ് ചെയ്തു. നമുക്കറിയാം, ഇത്തരം അങ്ങ് സൂചിപ്പിച്ചതുപോലെ സോഷ്യൽ മീഡിയയിൽ താലിബാൻ അനുകൂലമായിട്ടുള്ള കമന്റുകൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രസക്തമായ ഒരു കാര്യമല്ല, ഈ ഐഡിയോളജി മനസ്സിൽ കൊണ്ട് നടക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ ശക്തിപ്പെടുന്നു എന്നതിൻ്റെയൊക്കെ ഒരു സൂചനയല്ലേ ഇത്തരം അറസ്റ്റുകളൊക്കെ, ശ്രീ വിനോദ് മാത്യു? തീർച്ചയായിട്ടും അത് നമ്മുടെ കേരളത്തിന്റെ മുൻ DGP ബെഹ്റ പറഞ്ഞല്ലോ, സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്ന്. സ്ലീപ്പർ സെല്ലുകൾ എവിടെയൊക്കെ ഉള്ളത്? എല്ലാ പാർട്ടികളിലും കടന്നുകൂടി കഴിഞ്ഞു. അത് കേരളത്തിലെ ജനാധിപത്യ പാർട്ടികളിലും പുരോഗമന പാർട്ടികളിലും മറ്റെല്ലാ പാർട്ടികളിലും ഇതിന്റെ സ്ലീപ്പർ സെല്ല് എന്ന് പറഞ്ഞാൽ ആരാണ്? എനിക്ക് വ്യക്തമായി ഞാൻ പേരെടുത്താരുടെയും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെയൊക്കെ നാട്ടില് പണ്ട് ഇത്തരം തീവ്ര നിലപാടിൽ സ്വഭാവത്തിൽ നടന്ന കൃത്യമായ ഇത്തരം ആശയങ്ങളുള്ളവരൊക്കെ അതൊക്കെ സംഘടന പിരിച്ചുവിട്ടിട്ട് ഇപ്പൊ അവർ പ്രവർത്തിക്കുന്നത് ഈ നാട്ടിലെ മറ്റ് ജനാധിപത്യ ചേരിയിലാണ്. അവിടെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അവർക്ക് വളമാകുന്നതും അവർക്ക് തണലാകുന്നതും ഇപ്പോൾ ഭരിക്കുന്നതും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നതും ഇനി കേരളം ഭരിക്കാൻ ആഗ്രഹിക്കുന്നവരുടെയും ഒക്കെ സംഘബലമാണ്. അതിന്റെ മറവിൽ ആയുധക്കടത്തുകളും സ്വർണ്ണക്കടത്തുകളും ഹവാലയും കോഴയും പണവും പിന്നെ സ്ത്രീ ശരീര വിൽപ്പനയും ഒക്കെ അരങ്ങേറുന്നുണ്ടെന്നുള്ള സത്യമാണ്. തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ, വാസ്തവമല്ലേ. ഓക്കെ, ശ്രീ ജോർജ് കല്ലുവേലിൽ, ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ പിടിച്ചടക്കിയതോടെ
ഈ ആഗോള ഭീകര സംഘടനകളുടെ ഒരു തലസ്ഥാനമായി അഫ്ഗാനിസ്ഥാൻ തീരുമെന്ന ആശങ്ക ശക്തമാണ്. നമുക്കറിയാം, ഈ താലിബാന്റെ രണ്ടാം വരവിൽ അവർ തങ്ങളെ തന്നെ എത്ര തന്നെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അവർ പറയുകയുണ്ടായി ഒരു മറ്റ് തീവ്രവാദ സംഘടനകൾക്ക് അഫ്ഗാന്റെ മണ്ണിൽ പ്രവർത്തിക്കാൻ അവർ അനുവദിക്കില്ല എന്നൊക്കെ. നമുക്കറിയാം, ഒരു ഉദാഹരണം നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. നമ്മുടെ 2000 നമ്മുടെ ഇന്ത്യൻ എയർലൈൻസ് വിമാനം റാഞ്ചി ഭീകരർ ആ വിമാനം എത്തിച്ചത് അഫ്ഗാനിസ്ഥാനിലായിരുന്നു. അപ്പോൾ തീർച്ചയായും ഇതൊരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു വസ്തുതയല്ലേ? മറ്റ് ഭീകര സംഘടനകൾ, IS, അൽ-ഖ്വയ്ദ പോലുള്ള ഭീകര സംഘടനകളുടെ ഒരു പ്രവർത്തനം, അവർക്കായി ഇവർ ഈ അഫ്ഗാന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുവാനുള്ള സാധ്യത വളരെയേറെയല്ലേ ശ്രീ ജോർജ് കല്ലുവേലിൽ? ജോർജ്, വളരെ വളരെ സങ്കീർണമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോ അതായത് ലോകത്തെ ഭീകരതയുടെ ഒരു കേന്ദ്രം എന്നതിനപ്പുറത്ത് കിടന്ന് ഇതൊരു വലിയ ഒരു ശാക്തിക ചേരി പോലും രൂപപ്പെട്ട് കഴിഞ്ഞു. കാരണം ചൈനയും റഷ്യയും ഖത്തറും നമുക്കറിയാം ഇറാനും അടക്കമുള്ള സൗദി അറേബ്യയും അടക്കമുള്ള രാജ്യങ്ങള്, UAE അടക്കമുള്ള രാജ്യങ്ങള് പരോക്ഷമായിട്ട് പിന്തുണ കൊടുക്കുന്നുണ്ട്. അപ്പോ അവരുടെ ഒരു പിന്തുണയോട് അവരൊക്കെ അംഗീകരിച്ചു കഴിഞ്ഞു. പല രാജ്യങ്ങളും ഓൾറെഡി അംഗീകരിച്ചു കഴിഞ്ഞു. യൂറോപ്യൻ യൂണിയൻ ഇപ്പൊ ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ്. കാരണം മറ്റൊരു മാർഗമില്ല. അവിടെ അമേരിക്ക ഈ 20 കൊല്ലം താലിബാനെ ഒഴിവാക്കാൻ നടത്തിയ ശ്രമങ്ങൾക്ക് പകരം അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നടത്തിയതെല്ലാം അവർക്ക് തന്നെ ഇപ്പോൾ പാരയായി മാറിയിരിക്കുകയാണ്. കാരണം അമേരിക്കക്കെതിരെ ഒരു വലിയ ശാക്തിക ചേരിയാണ് ചൈനയുടെ നേതൃത്വത്തിൽ പാകിസ്ഥാനെ കൂടെ ചേർത്ത് ഈ താലിബാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ താലിബാന് റഷ്യയും ഇറാനും ഒക്കെ വലിയ പിന്തുണ കൊടുക്കുമ്പോൾ അയൽ രാജ്യം എന്ന നിലയിൽ ഈ ഭീകരതയുടെ വലിയ ഒരു പ്രതിസന്ധി കേരളത്തിനും ഇന്ത്യക്കും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. താങ്കൾ ആദ്യമേ സൂചിപ്പിച്ചുള്ള കേരളത്തിലും എന്തുകൊണ്ട് ഇത് വരുന്നു എന്ന് ചോദിച്ചാല് ഈ താലിബാൻ ഭരണം എന്താണ് എന്ന് കണ്ടിട്ടുള്ള നമുക്ക് മനസ്സിലാകും. താലിബാന് IS അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ, ഏറ്റവും നികൃഷ്ടവും ക്രൂരവുമായ ഭീകര കൊലപാതകങ്ങളും മറ്റും നടത്തുന്ന IS അടക്കമുള്ള സംഘടനകളുമായി നേരിട്ട് ബന്ധമുണ്ടെന്ന് മാത്രമല്ല വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോ അത്തരമൊരു പ്രസ്ഥാനം അഫ്ഗാനിസ്ഥാനിൽ നമുക്കറിയാം 1996 മുതൽ 2001 വരെ അധികാരത്തിൽ ഇരുന്നപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചത്? അവിടെ നമുക്കറിയാം ഇവരൊക്കെ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാം ഒരു മദ്രസ വിദ്യാർത്ഥികൾ ആയിട്ട് വന്ന പഷ്തൂൺസ് ആണ്. അവരാണ് പ്രധാനമായിട്ടുള്ളത്. കിഴക്കൻ ദക്ഷിണ അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്ന് വന്ന ആളുകളാണ് ഈ പ്രധാനമായിട്ടും ഈ താലിബാൻ എന്ന സേനയായി മാറിയത്. അവരിൽ നിന്ന് അവരുടെ ഭരണകാലത്ത് ഈ 96 മുതൽ 2001 വരെയുള്ള ഭരണകാലത്ത് അവര് സ്ത്രീകളോട് മാത്രമല്ല ക്രൂരത കാണിച്ച. സ്ത്രീകള് വിദ്യാഭ്യാസം നടത്താൻ പാടില്ല, സ്ത്രീകള് പുരുഷന്റെ സഹായമില്ലാതെ പുറത്ത് പബ്ലിക്കിൽ ഇറങ്ങാൻ പാടില്ല, അവര് വസ്ത്രങ്ങൾ മുഴുവൻ മൂടണം. അതിനൊക്കെ അപ്പുറത്ത് കിടന്ന് അവർക്കുള്ള എല്ലാ സ്വാതന്ത്ര്യങ്ങളും, അതായത് കലാപരമായ സ്വാതന്ത്ര്യം പോലും, ഒരു ഫോട്ടോ പോലും പ്രദർശിപ്പിക്കാൻ പാടില്ല, പെയിന്റിങ്ങുകൾ പാടില്ല, മ്യൂസിക് പാടില്ല, അവരുടെ ഒരു ചെണ്ട കൊട്ടൊഴിച്ച് ഒരു തരത്തിലുള്ള മ്യൂസിക്കും പാടില്ല. അപ്പോ ആ നിലയിൽ വലിയ ഒരു ഇസ്ലാമിക ശരീഅത്ത് ലോ എന്ന് പറഞ്ഞ് അവർ അവതരിപ്പിച്ചത് മുഴുവൻ അതിതീവ്രമായ, ലോകത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത മനുഷ്യത്വത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ഈ താലിബാൻ ഭരണകൂടം അവിടെ നടപ്പാക്കിയത്. അവര് കൊന്നത് എത്രയോ പേരെ പരസ്യമായി. സ്ത്രീകൾ എന്തെങ്കിലും നിയമലംഘനങ്ങൾ നടത്തിയല്ല, അതായത് ഇവര് ഫോട്ടോ ഇടുകയോ ഒരു പുരുഷനുമായി സംസാരിക്കുകയോ ഒക്കെ ചെയ്യുന്നതിന്റെ പുറത്ത് പരസ്യമായാണ് അവരെ ചാട്ടവാറിനടിക്കുകയും നിരവധി ആളുകളെ പരസ്യമായി തെരുവുകളിൽ വെടിവെച്ച് കൊല്ലുകയും നിഷ്ഠൂരമായി കൊല ചെയ്യുകയും ചെയ്തു. അത് ആയിരക്കണക്കിന് ആൾക്കാരാണ്. അതിനേക്കാളൊക്കെ ഏറെ അവിടെ ആ കാലത്ത് 1,60,000-ഓളം പേര് പട്ടിണി കിടക്കുമ്പോൾ അവർക്ക് ഐക്യരാഷ്ട്രസഭ UN എത്തിച്ചു കൊടുത്ത ഭക്ഷ്യസഹായം, മനുഷ്യത്വപരമായ സഹായം അതുപോലും കൊടുക്കുവാൻ അത് നിഷേധിക്കുകയും ഈ പട്ടിണി പാവങ്ങളെ കൂടുതൽ പട്ടിണിയിലേക്ക് തള്ളിയിടുകയും ഒക്കെ ചെയ്ത ഒരു ക്രൂര ഭരണകൂടമാണ്. അതുകൊണ്ട് ഇവരിൽ നിന്നും നമുക്കറിയാം അവിടെ ഡോക്ടർമാർക്ക് ഹെൽത്ത് കെയറിൽ അവിടെ ഒരു ഡോക്ടർക്ക്, പുരുഷ ഡോക്ടർക്ക് സ്ത്രീകളെ പരിശോധിക്കാൻ കഴിയില്ല. സ്ത്രീ നഴ്സുമാർക്ക് ഹെൽത്ത് കെയറിൽ ഒഴികെ, സ്ത്രീ നഴ്സുമാർ ഒഴികെ ആരും ഒരു ജോലിയും സ്ത്രീകൾ ജോലി എടുക്കാൻ പാടില്ല. അത് ബുർക്ക അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ അവര് വലിയ എല്ലാ തരത്തിലും ഇവരുടെ
ഈ 2001 വരെയുള്ള ഭരണകാലത്ത് ലോകം കണ്ടത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹത്തിന് തീവ്രവാദത്തിന്റെ, മതതീവ്രവാദത്തിന്റെ, ഭീകരതയുടെ ഏറ്റവും ക്രൂരമായ മുഖങ്ങളാണ്. അതിന്റെ പ്രതിഫലനങ്ങളാണ് ഇപ്പൊ ഇന്ത്യയും. നമുക്കറിയാം, അവര് പാകിസ്ഥാനുമായി ചേർന്ന്, പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുമായി ചേർന്ന് അവര് അഫ്ഗാനിസ്ഥാനിലെ താലിബാന്റെ സഹായത്തോടു കൂടിയാണ്, ISI ആണ് ഈ താലിബാൻ ഏറ്റവും അധികം അവർക്ക് സായുധ സഹായം നൽകിയത്. ഇപ്പൊ ചൈനയും ഇറാനും അടക്കമുള്ളവരുടെ സഹായം കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നും നമുക്കെതിരെയുള്ള ആക്രമണങ്ങൾ ഇപ്പൊ അവരുടെ സത്ത അതിലേക്കല്ല. പക്ഷെ ഇന്ത്യക്ക് വലിയ ഇവരെ അംഗീകരിക്കാതെ വേറെ മാർഗമില്ല. അതാണ് ഇപ്പൊ, കാരണം അതൊരു രാജ്യമാണ്. അവിടെ ഇന്ത്യ ഇവരെ എതിർത്താലും ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് ചൈനയും പാകിസ്ഥാനും ഇറാനും റഷ്യയും ഒക്കെ ചേരുന്ന വലിയൊരു ശാക്തിക ചേരിയിൽ ഇന്ത്യ ഒറ്റപ്പെടുകയും ഇന്ത്യക്കെതിരെ കൂടുതൽ ആക്രമണങ്ങൾക്ക് പലതരത്തിലുള്ള നമ്മുടെ വിദേശ നയത്തിന്റെ കാര്യത്തിൽ വലിയ ഒരു പാളിച്ചക്കുള്ള ഒരു സാധ്യതയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. വ്യക്തമാണ്. ശ്രീ ജോർജ് കല്ലുവേൽ, ഞാൻ തിരിച്ചു വരാം. ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, ശ്രീ ജോർജ് കല്ലുവേലിൽ ചൂണ്ടിക്കാണിച്ചു ഈ 1996 താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഏറുന്നു. അതിനുശേഷം സമാനതകളില്ലാത്ത രീതിയിൽ മനുഷ്യത്വരഹിതമായ പീഡനങ്ങളും വിവേചനങ്ങളുമാണ് പ്രത്യേകിച്ച് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീജനങ്ങൾക്കൊക്കെ നേരിടേണ്ടി വന്നത്. എന്നാൽ ഈ 2021 ഈ താലിബാന്റെ ഈ 2ാം വെർഷനിൽ അവർ പറയുന്നത് തങ്ങൾ ഒത്തിരി മാറിയിരിക്കുന്നു, സ്ത്രീകൾക്ക് ജോലിക്ക് പോകാം, അല്ലെങ്കിൽ മറ്റ് കർശനമായ നിയന്ത്രണങ്ങൾ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അവർ പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. അത് നമുക്ക് അതിൽ എത്രമാത്രം വാസ്തവമുണ്ട് ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ? ഇവിടെ ശ്രീമാൻ ജോർജ് കല്ലുവയലിൽ പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് ഏറ്റവും ക്രൂരമായ, അതായത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ മുഹമ്മദിന്റെയൊക്കെ കാലത്തിന് ശേഷം ഏറ്റവും ക്രൂരമായ ഒരു സ്ത്രീ പീഡന പരമ്പരകൾ തന്നെ നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നടന്നിരുന്ന താലിബാൻ ഭരണം. ദ താലിബാൻസ് വാർ ഓൺ വുമൺ, ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് ക്രൈസിസ് ഇൻ അഫ്ഗാനിസ്ഥാൻ എന്ന പേരിൽ ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പബ്ലിഷ് ചെയ്തിട്ടുള്ള 1998 പബ്ലിഷ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ച് വിശദമായ ഒരു റിസർച്ച് റിപ്പോർട്ട് തന്നെ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ദ ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന സംഘടന. അതിനകത്ത് അവർ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ഏതൊക്കെ തരത്തിലാണ് സ്ത്രീകൾ വിവേചനം നേരിടുന്നത്. ഒരു സ്ത്രീക്ക് പോലും തന്റെ ബന്ധുവായ ഒരു പുരുഷന്റെ കൂടെ അല്ലാതെ ഒരു സ്ത്രീക്ക് പോലും വീടിന് പുറത്തിറങ്ങാനുള്ള അവകാശം പോലും ഇല്ല. ഒരു ഡോക്ടറെ കാണാൻ പറ്റാത്ത, ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഒരു ഡോക്ടറെ കാണാൻ പറ്റാത്ത 100 കണക്കിന് 1000 സ്ത്രീകളെ ആ റിസർച്ചേഴ്സ് അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമുക്കറിയാം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീ വിരുദ്ധ കാരണങ്ങൾക്ക് വെറും ഒരു 20 വർഷത്തിന് ശേഷം എന്ത് വ്യത്യാസം ഉണ്ടാകും എന്നാണ് ജോർജ് എന്നോട് ചോദിച്ചത്. AD 1610 മുഹമ്മദ് എന്ന് പറയുന്ന ഖുറൈശി ഗോത്രക്കാരനായ ഒരു യുവാവിന് ഒരു ഗ്രന്ഥം കിട്ടി തുടങ്ങുന്നതായിട്ട് അദ്ദേഹം അവകാശപ്പെടുന്നത്. അതായത് ഇസ്ലാം എന്ന മതത്തിന്റെ ആരംഭം നടക്കുന്ന AD 610. അതിനുശേഷം ഈ AD 1996, അതായത് വെറും 1300 വർഷങ്ങൾക്ക് ശേഷം ആ നിയമം നടപ്പാക്കലിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. താലിബാൻ ആ നിയമം അതേപടി എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് 1996 ചെയ്തത്. 1300 വർഷങ്ങൾക്കിപ്പുറം ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് കാലം താലിബാനിലൂടെ 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ കാലം തെളിവ് തരുമ്പോൾ വെറും 20 വർഷം കൊണ്ട് എന്ത് മാറ്റമാണ് ജോർജിയ ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും എന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. കാര്യം അവരുടെ ശരിയത്ത് നിയമത്തിന് ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല, ഇനി വരാൻ അസാധ്യവുമാണ്. കാരണം ശരിയത്ത് നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് ആളുകൾ 2021 പാർലമെന്റ് കൂടി ഉണ്ടാക്കുന്ന ഒരു നിയമമല്ല. ശരിയത്ത് നിയമം ഈ മുഹമ്മദ് എന്ന് പറയുന്ന AD 610 മുതൽ മുഹമ്മദിന് കിട്ടിയ വഹികളും അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തിന് കിട്ടിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്ന വഹികളും അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഹദീസുകളുമാണ്. അതായത് പ്രവാചക സുന്നത്തുമാണ്. ഖുറാനും ഈ മുഹമ്മദിന്റെ സുന്നത്തുമാണ് ഈ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരീഅത്ത് നിയമം എന്ന് പറയുന്നത് മാറ്റം വരുത്താൻ സാധിക്കാത്തതാണ്. അപ്പോ താലിബാനിലെ അംഗങ്ങൾക്ക് മാറ്റം വന്നാലും അവർ നടപ്പിലാക്കുന്ന നിയമത്തിനോ അവർ നടപ്പിലാക്കുന്ന നിയമ നടപ്പാക്കൽ രീതിക്കോ ഒരു മാറ്റവും വരില്ല. കണ്ണിൽ പൊടിയിടാൻ തുടക്കകാലത്ത് ചിലപ്പോൾ 1-2 നടപടികൾ ഉണ്ടാവാം, ഇല്ലെന്നല്ല. അതല്ലാതെ സ്ഥായിയായ ഒരു മാറ്റവും പ്രതീക്ഷിക്കാൻ നമുക്ക് വകയില്ല. വ്യക്തമാണ്. താലിബാന്റെ ഒരു പ്രവർത്തന ശൈലിയിൽ
മാറ്റം പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു പ്രസക്തമായൊരു ആശയമാണ് ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഉന്നയിച്ചത്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നമുക്ക് കേരളത്തിൽ ഒരു സാഹചര്യം നമ്മൾ പരിശോധിക്കുക. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച്, സ്ലീപ്പർ സെല്ലുകൾ, തീവ്രവാദ റിക്രൂട്ട്മെൻറ്റ്, സ്വർണ്ണക്കടത്ത്, മയക്കുമരുന്ന് കടത്ത്, മാത്രമല്ല കേന്ദ്ര ഏജൻസികൾ വന്ന് തീവ്രവാദ ബന്ധമുള്ളവരെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. മുൻ DGPമാർ ലോക്നാഥ് ബെഹ്റ, TP സെൻകുമാർ, ജേക്കബ് പൂനൂസ് എന്നിവർ അടക്കമുള്ളവർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതെല്ലാം ഒരു നിസ്സംഗതയോടെ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ വളരെ ഒരു അപകടകരമായൊരു സ്ഥിതിവിശേഷമല്ലേ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ? തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാണ്. പക്ഷേ ഈ അപകടകരമായ സ്ഥിതിവിശേഷത്തെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ പ്രത്യക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടാവില്ല. പക്ഷേ അതിനാവശ്യമായിട്ടുള്ള പിന്തുണ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും. ഇന്നിപ്പോൾ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചതായിട്ടാണ് ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശിൽ നിന്നുള്ള മുലായം സിംഗ് യാദവിന്റെ പാർട്ടി. അപ്പോൾ അതുപോലെ പല പാർട്ടികളും ഇനി രംഗത്ത് വരും. അടുത്ത ദിവസങ്ങളിലെ ചാനൽ ചർച്ചകളിൽ ഇന്ന് കാണുന്ന എതിർപ്പ് താലിബാനോട് ഉണ്ടാവണം എന്നില്ല. താലിബാനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം കൂടി വരും. അത് കേരളത്തിലായിരിക്കും അത് ഏറ്റവും കൂടുതൽ വരിക. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിലനിൽക്കുന്ന ജനാധിപത്യ സംവിധാനത്തില് നമുക്ക് രണ്ട് മുന്നണികളുണ്ട് എന്നൊക്കെ തോന്നുമെങ്കിലും സംഘടിത വോട്ട് ബാങ്കുകളുടെ മുന്നിൽ കീഴടങ്ങുന്ന രാഷ്ട്രീയ നേതൃത്വത്തെയാണ് കേരളം കാണുന്നത്. അത് കേരളത്തിലെ മുന്നണി രാഷ്ട്രീയം ഉണ്ടായ കാലഘട്ടം മുതൽ ഇന്ന് വരെ മാറ്റമില്ലാതെ തുടരുകയാണ്. അതിന്റെ പശ്ചാത്തലമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സത്യം എന്താണ്, വസ്തുത എന്താണ് എന്നൊക്കെ അറിയാമെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നിലപാട് ഇവിടെ എടുത്തു. അത് നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കേണ്ട കാര്യമാണ്. എന്നാൽ ഇതിനെതിരെ നിൽക്കേണ്ട മീഡിയ, ഇവിടുത്തെ ചാനലുകളും ഇവിടുത്തെ പത്രങ്ങളും ഇപ്പോൾ താലിബാന് എതിരായിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ നയം മാറ്റേണ്ടി വരും. കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ് പരസ്യ വരുമാനത്തിൽ നിന്നും ആ പരസ്യ വരുമാനങ്ങൾക്ക് കടിഞ്ഞാണിടുന്ന ഒരു അന്തരീക്ഷം വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പത്രങ്ങളും ചാനലുകളും ഒക്കെ താലിബാൻ അനുകൂലമായിട്ട് സ്വരം മാറ്റേണ്ടി വരും. ഞാനിതൊരു പ്രഡിക്ഷൻ പോലെ പറയുന്നതല്ല, അതിനൊരു തെളിവ് തരാം. ഇപ്പൊ കേരളത്തില് കച്ചവട സ്ഥാപനങ്ങൾ, ആ കച്ചവട സ്ഥാപനങ്ങളില് ചില ബോർഡുകൾ പ്രത്യക്ഷപ്പെടും, ചില പ്രത്യേക തരത്തിലുള്ള ഭക്ഷണം വരും, ചില പ്രത്യേക കച്ചവട ശൈലികൾ വരും. ആ ശൈലികൾ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും സ്വീകരിക്കാൻ നിർബന്ധിതമാവുന്ന ഒരു കച്ചവട സമൂഹത്തെ ഇത് നമ്മൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. അങ്ങനെ വരുമ്പോ കച്ചവടത്തിൽ പോലും നമ്മൾ ഈ മാറ്റം ഉൾക്കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു, അഥവാ ഉൾക്കൊള്ളേണ്ടി വന്നിരിക്കുന്നു. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ തോക്കെടുക്കാതെ, ബോംബിടാതെ, പ്രത്യക്ഷമായിട്ടുള്ള കൊലപാതകങ്ങളില്ലാതെ വളരെ എളുപ്പത്തിൽ താലിബാൻ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനെ കീഴ്പ്പെടുത്തിയതുപോലെ വലിയ രക്തച്ചൊരിച്ചിലില്ലാതെ, വലിയ തോതിൽ ആയുധങ്ങൾ വർഷിക്കാതെ താലിബാൻ എങ്ങനെയാണോ അഫ്ഗാനിസ്ഥാനെ കീഴടക്കിയത് അതുപോലെ തന്നെ കേരളത്തെ ഈ പറഞ്ഞ വലിയ കോലാഹലങ്ങളൊന്നും ഇല്ലാതെ തന്നെ താലിബാൻ സ്വയം കീഴടങ്ങി കഴിഞ്ഞിരിക്കും. അതാണ് ഇനി അടുത്ത ദിവസം നമ്മൾ കാണാൻ പോകുന്നത്. അത് കേരളീയ സമൂഹത്തിൽ വലിയ കൊള്ളടക്കമുണ്ടാക്കും. ദൂരവ്യാപകമായ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതൊക്കെ വരുമ്പോൾ അന്ന് നമ്മൾ പരിതപിക്കേണ്ടി വരരുത് എങ്കിൽ ഇപ്പോൾ തന്നെ കേരള സമൂഹം അതിനെതിരായിട്ട് ജാഗരൂകമാവേണ്ടതായിട്ടുണ്ട്. ഇത് ഏതെങ്കിലും ഒരു നിയമം കൊണ്ട് നമുക്ക് നിരോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. കാരണം നിയമങ്ങളും റൂൾസും റെഗുലേഷൻസും എത്ര തന്നെ ഉണ്ടാക്കിയാലും, അല്ലെങ്കിൽ നിയമസഭയും പാർലമെന്റും എന്ത് നിയമം ഉണ്ടാക്കിയാലും അതൊക്കെ തന്നെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാമൂഹിക സംവിധാനം ഇവിടെ ഉണ്ട് എങ്കിൽ, വോട്ട് ബാങ്ക് അതുപോലെ സാമ്പത്തിക പിൻബലം ഇവിടെ ഉണ്ട് എങ്കിൽ നിയമമായിട്ട് അവിടെ ഇരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് പൊതുസമൂഹം വളരെ ശക്തമായിട്ട് രംഗത്ത് വരേണ്ടതുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ ഇസ്ലാമിക സമൂഹമാണ്. ഇസ്ലാമിക സംഘടനകൾ, ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടികൾ, ഇസ്ലാമിക നേതാക്കന്മാര് വളരെ വ്യക്തമായ നിലപാടെടുത്തുകൊണ്ട് ഉറച്ചു നിന്നുകൊണ്ട് പറയണം, ഇത് തീവ്രവാദമാണ്, ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് ഭാരതത്തിന്, കേരളത്തിന് ഒരിക്കലും ഭൂഷണമല്ല എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് പരസ്യമായി താലിബാനെ ആ ഒരു രീതിയിൽ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ സമാധാനം കാക്ഷിക്കുന്നു എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പൊതുസമൂഹവും മാധ്യമങ്ങളും തയ്യാറായാൽ നമുക്ക് ഈ ഒരു ഭീകരാവസ്ഥയിൽ നിന്ന് ഒരു ചെറുത്തുനിൽപ്പ് സാധ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.
വ്യക്തമാണ്. ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നേരത്തെ ശ്രീ ജോർജ് കല്ലുവേലിൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ അങ്ങോട്ട് വ്യക്തത ചോദിക്കുകയാണ്. ഈ താലിബാൻ ഭരണത്തെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നിലവിൽ വന്ന ഭരണകൂടത്തെ ഇന്ത്യക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ അംഗീകരിക്കേണ്ടതായിട്ട് വരുമോ ശ്രീ അഡ്വക്കേറ്റ് ജയസൂര്യൻ? ഇന്നത്തെ ഒരു സാഹചര്യം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിൽ ചൈന, റഷ്യ ഇവരൊന്നിച്ചാണ് ഈ താലിബാൻ ഭരണകൂടത്തിന് പിന്തുണ കൊടുത്തത്. ഇതൊരു വലിയ തിരക്കഥയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും. അപ്പോൾ എന്തുകൊണ്ടാണ് താലിബാൻ ഇപ്പോൾ ഒരു മാനുഷ മുഖമണിയാൻ വേണ്ടി ശ്രമിക്കുന്നത്? അത് ചൈനയുടെ ആവശ്യമാണ്, റഷ്യയുടെ ആവശ്യമാണ്. ചൈനയ്ക്കും റഷ്യയ്ക്കും താലിബാനെ പിന്തുണയ്ക്കണമെങ്കിൽ ഇന്നത്തെ പ്രാകൃത മുഖം നിങ്ങൾ ആദ്യം പുറത്ത് കാണിക്കും. അതുകൊണ്ട് സ്ത്രീകളൊക്കെ ടെലിവിഷനിൽ വരട്ടെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടുന്നില്ല, സ്ത്രീകളുടെ വിദ്യാഭ്യാസവും തൊഴിലും തടയുന്നില്ല എന്നുള്ള ചില പ്രസ്താവനകൾ താലിബാൻ പുറപ്പെടുവിക്കുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ശരിയത്ത് നിയമത്തെ പിൻവലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിന് നേരെ കണ്ണടച്ചുകൊണ്ടോ അല്ല. ചൈനയുടെയും റഷ്യയുടെയും അടക്കമുള്ള പല ലോകരാജ്യങ്ങളുടെയും പിൻബലം അവർക്ക് ഇപ്പോൾ ആവശ്യമാണ്. ഐക്യരാഷ്ട്രസഭ അംഗത്വം നിലനിർത്തേണ്ടതായിട്ടുണ്ട്. അന്താരാഷ്ട്ര സമൂഹത്തിൽ അവരുടെ രാജ്യം എന്നുള്ള പദവി നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഒപ്പം തന്നെ താലിബാൻ എന്ന് പറയുന്ന ആ ഭീകര സംഘടനയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാന്യതയും ഒരു ഭരണകൂടത്തിന്റെ അംഗീകാരവും നേടിയെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ചൈനയുടെയും റഷ്യയുടെയും അടക്കമുള്ള അവരെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ ഒരു ഉപദേശത്തിന്റെ ഫലമായിട്ടായിരിക്കാം താലിബാൻ ഇപ്പോൾ ഈ ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നത്. എന്നാൽ ഭരണം ഉറച്ചു കഴിഞ്ഞാൽ ഭരണകൂടത്തിന് മറ്റ് ബാഹ്യ സമ്മർദ്ദങ്ങളോ ആക്രമണങ്ങളോ നേരിടേണ്ടി വരുന്നില്ല എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ശരിയത്ത് നിയമം താലിബാന്റെ ആ യഥാർത്ഥ ശക്തിയോടുകൂടി തന്നെ നടപ്പാക്കും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടത്. ചൈനയെ സംബന്ധിച്ചും റഷ്യയെ സംബന്ധിച്ചും മറ്റു രാജ്യങ്ങളെ സംബന്ധിച്ചും അതാത് രാജ്യങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾ, അതായത് കച്ചവട താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ, ആയുധ താല്പര്യങ്ങൾ, അതിനപ്പുറത്തൊരു താല്പര്യവുമില്ല. പക്ഷെ ഭാരതത്തെ സംബന്ധിച്ച് അങ്ങനെയല്ല. 56 കിലോമീറ്റർ അല്ലെങ്കിൽ 65 കിലോമീറ്റർ അതിർത്തി നമുക്ക് അഫ്ഗാനിസ്ഥാനുമായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അതിർത്തി രാജ്യമാണ് എന്ന് മാത്രമല്ല, ഈ താലിബാനെ ശക്തമാക്കി നിലനിർത്തി വളർത്തിയെടുത്തുകൊണ്ടുവന്നതിൽ വലിയ പങ്ക് വഹിച്ചതും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നതും പാകിസ്ഥാനാണ്. അപ്പൊ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ഒരു കൂട്ടുകെട്ട് ഉണ്ടാവുകയും അതിന് ചൈനയുടെയും റഷ്യയുടെയും ഒക്കെ പിന്തുണ ഉറപ്പാവുകയും മറ്റു ലോകരാജ്യങ്ങളുടെ പിന്തുണ അവർ വാങ്ങിച്ചെടുക്കുകയും ചെയ്താൽ അവരുടെ ശത്രുപക്ഷത്ത് ഏറ്റവും അടുത്ത് നിൽക്കുന്ന രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ അവരുടെ കണ്ണിൽ പെടാൻ സാധ്യതയുണ്ട്. ഇപ്പോഴെ തന്നെ അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ഭാരതത്തിന്റെ സുരക്ഷ, ഭാരതത്തിന്റെ വളർച്ച ഇതൊക്കെ വളരെ വളരെ സങ്കീർണമാവുക തന്നെ ചെയ്യും. എന്നാൽ ഇതിന്റെ ഒരു മറുവശം, ഈ താലിബാൻ അവിടെ അധികാരമേറ്റു എന്ന് പറയുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനിലെ 3.5 കോടി ജനങ്ങൾ മനസ്സ അംഗീകരിച്ചു കൊടുത്തിട്ടാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ആയുധം കയ്യിലില്ലാത്തവൻ ആയുധം കയ്യിലുള്ളവന്റെ മുന്നിൽ നിസ്സഹായമായി കീഴടങ്ങിയതാണ്. അതാണ് അവിടെ സംഭവിച്ചത്. എന്നാൽ ഭരണകൂടത്തിന്റെ കയ്യിലിരുന്ന പട്ടാളം എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. അവിടുത്തെ വാർ ലോഡ്സിന്റെ കീഴിലാണ് ഓരോ പ്രദേശങ്ങളും എന്നുള്ളത് ഒരു പ്രാദേശിക യാഥാർത്ഥ്യമാണ്. ആ വാർ ലോഡ്സിനെ അമേരിക്ക വിരുദ്ധമായിട്ടുള്ള ഒരു വികാരത്തിന്റെ പേരിൽ ഇസ്ലാമിക ബൗദ്ധിക മസ്തിഷ്ക പ്രക്ഷാളനം നടത്താൻ 20 വർഷക്കാലം താലിബാൻ അവസരം കിട്ടി. ആ സമയം കൊണ്ട് അവര് അവിടുത്തെ വാർ ലോഡ്സിന്റെ ബൗദ്ധികമായി സ്വന്തമാക്കി. അതുകൊണ്ട് അമേരിക്കയ്ക്ക് എതിരെ അല്ലെങ്കിൽ അനുകൂലം എന്നുള്ള ഒരു മാനസികാവസ്ഥ അവിടെ കൊണ്ടുവന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ളവർക്ക് മുഖ്യശത്രുവായിട്ട് അമേരിക്കയെ ഒരു വശത്ത് കാണണം. അതൊരു അനിസ്ലാമിക രാഷ്ട്രമാണ്, മാത്രമല്ല ആഗോള ശക്തിയാണ്. അവരുടെ ആ അഫ്ഗാനിസ്ഥാനിലേക്ക് കടന്നു വന്ന ഒരു വിദേശ ശക്തിയാണ്. പണ്ട് റഷ്യ കണ്ടതിനേക്കാൾ ശക്തമായ എതിർപ്പോടുകൂടി അവരിന്ന് അമേരിക്കയ്ക്കെതിരെ നിൽക്കും. ശ്രീ അഡ്വക്കേറ്റ് വിനോദ് മാത്യു, നമുക്കറിയാം ഈ കൊടിയ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അതിൻ്റെ ചിത്രങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം പറന്നുയരുന്ന പ്ലെയിനിൽ നിന്നും മനുഷ്യജീവനുകൾ താഴേക്ക് വീഴുന്നു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലും മനുഷ്യാവകാശ ലംഘനമുണ്ടായാൽ ഒരു സേവ് ക്യാമ്പയിനുമായി കടന്നു വരുന്ന ഒരു പ്രവണത കേരള സമൂഹത്തിനുണ്ട്. പക്ഷേ നമുക്കറിയാം സേവ് ഗാസ ക്യാമ്പയിനൊക്കെ നമുക്കറിയാം. പക്ഷേ ചില വിഷയങ്ങളിൽ മാത്രം ഈ ഒരു സേവ് ക്യാമ്പയിൻ നടത്തുന്നു, ചില വിഷയങ്ങളെ മനഃപൂർവ്വം അവഗണിക്കുന്നു. ഈ ഒരു പ്രവണത ശരിയാണോ ശ്രീ അഡ്വക്കേറ്റ് വിനോദ് മാത്യു? ശരിയല്ല, സത്യമാണ്. അങ്ങ് പറഞ്ഞത് വളരെ കൃത്യവും ശക്തവും ആയ കാര്യമാണ്. സേവ് ക്യാമ്പയിൻ നമുക്കറിയാം. ഗാസയിൽ നിന്നുള്ള നിലവിളിയും
കാബൂളിന്റെ നിലവിളിയും ഒന്നുപോലെ കാണാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ പോലും സാധിക്കുന്നില്ലല്ലോ. ലക്ഷദ്വീപ് പ്രശ്നത്തിൽ പ്രമേയം പാസാക്കി. ഒരുപക്ഷെ അതിന് പറയുന്ന ഒരു ന്യായം ലക്ഷദ്വീപിൽ മലയാളികളുണ്ട്, അല്ലെങ്കിൽ അപ്പൊ പാലസ്തീനിൽ മലയാളികളുണ്ടോ? ഇല്ല. അപ്പൊ നമ്മള് സ്വാഭാവികം നമ്മുടെ രാജ്യവുമായി ചേർന്ന് കിടക്കുന്ന ലക്ഷദ്വീപിന് വേണ്ടി, അല്ലെ നമ്മള് കൂടുതൽ പേര് മലയാളികൾ പോയി ജോലി ചെയ്യുന്നത് ഇസ്രായേലിലാണ്, പാലസ്തീനിലല്ല. അപ്പൊ ഇസ്രായേലിനെ തീവ്രവാദിയായിട്ട് കാണുന്ന മനോഭാവം എന്തുകൊണ്ട് അഫ്ഗാനിസ്ഥാനിലെ അല്ലെങ്കിൽ അവിടുത്തെ തന്നെ നാട്ടുകാരായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ തന്നെയുള്ള താലിബാനെ കാണാൻ സാധിക്കുന്നില്ല? അപ്പൊ കൃത്യമാണ്, ഇതിനെതിരെ പറഞ്ഞാൽ ഇത് വളരെ കൃത്യമാണ് കേട്ടോ. അതായത് ഇതിനെതിരെ ശബ്ദിച്ചാൽ അത് ഇസ്ലാമിനെതിരെ പറയുന്നതാണെന്ന് കണ്ട് അങ്ങനെ കുറെ വോട്ട് നഷ്ടപ്പെടുമോ എന്ന് പേടിക്കുന്ന ഇവിടുത്തെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ. മറ്റ് മാധ്യമങ്ങളുടെ പ്രശ്നം എന്താ? പരസ്യ വരുമാനം ബിസിനസ് അടക്കമുള്ള മേഖല കൈകാര്യം ചെയ്യുന്ന മുസ്ലിം വിഭാഗത്തിന് വിഷമമാകുമോ എന്ന് ധരിച്ചുകൊണ്ട്, അത് മുൻവിധിയാണ്, അവർക്കൊരു വിഷമവുമില്ല. എത്രയോ ശക്തമായ നിലപാടുകൾ, ഞാൻ സോഷ്യൽ മീഡിയ പരിശോധിക്കുകയാണ്, എത്രയോ ശക്തം, ഇവിടെ സാർ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വളരെ കൃത്യവും ധാരണയും, വിഷയങ്ങളെ പറ്റി ധാരണയും ജനാധിപത്യ ബോധ്യങ്ങൾ എത്രയോ തുറന്നെഴുതി കഴിഞ്ഞു. ഇത് താലിബാൻ തീവ്രവാദമാണ്, ഇത് ശരിയല്ല. ഇന്നലെ നമുക്കറിയാം, നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട മുഹമ്മദ് അഷീൽ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ കൃത്യമായ പോസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതവുമായി അല്ലെ ഇസ്ലാമുമായി താലിബാന് ബന്ധമില്ല, ഇത് ഞങ്ങളുടെ ഇസ്ലാം ഇങ്ങനെയല്ല, ഇത് മറ്റൊരു ഇസ്ലാമാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് മുഹമ്മദ് അഷീൽ അടക്കമുള്ളവർ തുറന്നു പറഞ്ഞിട്ട് പോലും പൊതുസമൂഹത്തിൽ നിൽക്കുന്ന, ചിന്തിക്കുന്ന, എഴുതുന്ന, വർത്തമാനം പറയുന്നവർ എന്തിനെയാണ് ഭയക്കുന്നത്? ആ ഭയപ്പാടിനെയാണ് നമ്മൾ ഭയക്കുന്നത്. അപ്പൊ സേവ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ക്യാമ്പയിനുകൾ ചില വിഷയങ്ങളിൽ വരുന്നു, ചില വിഷയങ്ങളിൽ വരുന്നില്ല. അതിന്റെ പിന്നിലുള്ള കാരണം ഭീതിയാണ്. പറഞ്ഞാൽ ചില സ്ഥാനങ്ങളും മാനങ്ങളും അവാർഡുകളും പദവികളും ഒക്കെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്, വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയമാണ്, അധികാരത്തിൽ തുടരാൻ കഴിയത്തില്ല അല്ലെ അധികാരത്തിൽ വരാൻ കഴിയത്തില്ല എന്നുള്ള ഭയമാണ്. ഈ ഭയമാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. വ്യക്തമാണ്. ശ്രീ ജോർജ് കല്ലുവേലിൽ, ഈ താലിബാന്റെ അഫ്ഗാനിസ്ഥാനിലൊരു കടന്നുകയറ്റം നാം നിരീക്ഷിക്കുകയാണെങ്കിൽ വളരെ ലോകരാജ്യങ്ങളുടെ കണക്കുകൂട്ടലിനേക്കാൾ വളരെ വേഗത്തിലാണ് അവർ കാബൂൾ കീഴടക്കിയത്. നമുക്കറിയാം, വളരെ ശക്തമായ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെയുള്ള രാജ്യമാണ് അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ. പക്ഷേ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു കടന്നുകയറ്റത്തിനെതിരെ ഒരു കണ്ണടച്ച് നിന്നു എന്ന് പറഞ്ഞാൽ അതിൽ എന്തുമാത്രം വാസ്തവമുണ്ട്? ശ്രീ ജോർജ് കല്ലുവേലി. ജോർജ്, അക്കാര്യത്തില് വലിയ തെറ്റിദ്ധാരണകൾ നമ്മുടെ സമൂഹത്തിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അമേരിക്കൻ സൈന്യം ഉണ്ടായിട്ട് പോലും 20 കൊല്ലം എടുത്തിട്ട് ഈ താലിബാനെ ഇല്ലാതാക്കുവാനോ താലിബാന്റെ ശക്തി കുറയ്ക്കാനോ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോ അമേരിക്കയുടെ പിന്തുണ ഇല്ലാതെ, സൈനിക പിന്തുണ പ്രത്യേകിച്ച് അവർക്ക്, നമുക്കറിയാം ഇതിന്റെ സൈനിക വ്യോമസേന അടക്കമുള്ള പിന്തുണ ഇല്ലാതെ ഇത്തരം ഏറ്റുമുട്ടലുകളിൽ വിജയിച്ചെടുക്കുക എളുപ്പമല്ല. അപ്പോ സ്വാഭാവികമായിട്ട് ഏറ്റുമുട്ടലിൽ നിൽക്കാതെ, ഏറ്റുമുട്ടൽ എന്ന് മാത്രമല്ല ഈ അവിടുത്തെ സിവിലിയൻ ഭരണകൂടം ഇവരുമായി ഗൂഢാലോചന നടത്തി അല്ലെങ്കിൽ ഡീലുകൾ നടത്തി എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് കാബൂൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിലായാലും ഈ താലിബാന് കീഴടങ്ങിയതിന്റെ പിന്നിൽ അത്തരം ചില നിലപാടുകളാണ്. അല്ലാതെ അതിനകത്ത് എന്തെങ്കിലും താലിബാൻ സേന ഒന്നുമില്ലാതെ പ്രതിരോധിക്കാതെ മാറി എന്ന് പറയുന്നത് വളരെ സിമ്പിളായി നടന്ന കാര്യമല്ല. അത് ഒരു പരിധിവരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് ഇവർക്ക് കീഴടങ്ങാതെ വേറെ മാർഗവും ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിനുള്ള സൈനിക ശക്തി, അല്ലെങ്കിൽ സൈനിക ശക്തിക്ക് ആവശ്യമായ പിന്തുണ അവർക്കുണ്ടായിരുന്നില്ല. അത് അമേരിക്ക കൈവഴിഞ്ഞ് പോയപ്പോൾ മറ്റൊരു മാർഗവുമില്ല, ഏറ്റുമുട്ടാതെ മാറിക്കൊടുക്കുക എന്നതാണ് ചെയ്തത്. ഞാനൊന്ന് ഇടപെടുകയാണ് ശ്രീ ജോർജ് കല്ലുവേലി. ഈ ഒരു ഇതിന് പിന്നിൽ അമേരിക്കയുടെ കരങ്ങൾ മാത്രമാണോ? മറ്റ് രാജ്യങ്ങൾക്ക് അതിൽ ഒരു പങ്കില്ലേ? ഇവിടെ നമുക്കറിയാം, നാറ്റോയും അമേരിക്കയും ചേർന്നൊരു സേന, അമേരിക്കയുടെ സേന ഉണ്ടായിരുന്നു, അതിന് പുറമെ നാറ്റോയുടെ സംയുക്ത സേന ഉണ്ടായിരുന്നു. അവര് ഇന്നലെ ഏഞ്ചല മെർക്കൽ, അതായത് ജർമ്മൻ ചാൻസലർ പറഞ്ഞത്, ഈ നാറ്റോ സ്ഥാപിതമായ ശേഷം ഉണ്ടായ ഏറ്റവും വലിയ ദുരന്തമല്ല മണ്ടത്തരമാണ് ഈ ഉണ്ടായിരിക്കുന്നത്, അഫ്ഗാനിസ്ഥാനിൽ നടന്നിരിക്കുന്നത്. കാരണം 20 കൊല്ലം താലിബാനെ അകറ്റി നിർത്താനാണെന്നുള്ള വ്യാജേന 20 കൊല്ലത്തെ അവിടെ പിടിച്ചടക്കിയെങ്കിലും ആ അവസാനം ഇത് താലിബാനെ തന്നെ ഏൽപ്പിക്കുകയാണ്. $2 ട്രില്യൺ മുടക്കി എന്ന് മാത്രമല്ല, അമേരിക്ക മാത്രം എത്രയോ ആളുകളെ മരണപ്പെട്ടു. ഇന്ത്യ അടക്കമുള്ള എത്രയോ രാജ്യങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപ അവിടെ നിക്ഷേപിച്ചു. ഇതിന്റെ വികസനങ്ങളെല്ലാം നടപ്പാക്കിയ ശേഷമാണ് 20 കൊല്ലം കഴിഞ്ഞപ്പോൾ വളരെ വിദഗ്ധമായി ഇത് താലിബാന്റെ കയ്യിലേക്ക് മാറി. നമ്മൾ ഈ താലിബാനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇതിനെക്കുറിച്ച് UN ഐക്യരാഷ്ട്രസഭ ഒരു 55 പേജുള്ള റിപ്പോർട്ട്
ഇവരുടെ 5 കൊല്ലത്തെ ഭരണകാലത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം പറയുന്നത് 15 കൂട്ട വംശഹത്യകൾ, മാസക്കറുകൾ നടത്തിയെന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതെല്ലാം പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി, പാകിസ്ഥാന്റെ ISIയുടെ പിന്തുണയോടുകൂടി ചെയ്തുവെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 15 massacres between 96 and 2001. അതേക്കുറിച്ച് പറയുന്ന ഒരു സെന്റൻസ് ഇത് ബോസ്നിയയിലൊക്കെ നടന്ന പോലെ തന്നെയാണ്. ഐ വിറ്റ്നസസ് ഇൻ മെനി വില്ലേജസ് ഡിസ്ക്രൈബിംഗ് അറബ് ഫൈറ്റേഴ്സ് carrying long knives used for slitting throats and skinning people എന്ന് പറഞ്ഞ കഴുത്തറുത്ത് ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുക ചെയ്തിരിക്കുന്നു. അതുപോലെ അവർ ചെയ്ത വേറൊരു പ്രധാന കാര്യങ്ങൾ അക്കാലത്ത് ചെയ്തതിൽ ഏറ്റവും ക്രൂരത എന്ന് പറയുന്നത് ഈ അവിടുത്തെ സ്ത്രീകളെ കണ്ടാക്കൊള്ളാവുന്ന, പ്രത്യേകിച്ച് മൈനോറിറ്റീസിന്റെ ആളുകളെ, പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി അവരെ സെക്സ് ലേബറിക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയും അത് അവരെ കൂടുതൽ ആളുകളെ കടത്തിയത് പാകിസ്ഥാനിലേക്കാണ്. പാകിസ്ഥാനില് അത് മുല്ല അമറിന്റെ കീഴിലുള്ള അവരുടെ പരിശീലന കേന്ദ്രത്തിലുള്ളവർക്ക് ഉപയോഗിക്കാനും ഒക്കെ ആ നിലയിലായിരുന്നു അത്. അത്രയ്ക്ക് ക്രൂരമായ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് അടക്കമുള്ള കാര്യങ്ങൾ. അതായത് അവരുടെ തീവ്രവാദ IS-ഉം അൽഖ്വയ്ദയും അടക്കമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഭീകര സംഘടനകളുമായി വളരെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ഭീകര സംഘടന തന്നെയാണ് താലിബാൻ. അപ്പോ ആ നിലയിൽ താലിബാനെ നമ്മൾ കാണുമ്പോഴും ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. കാരണം നമ്മളൊരു എത്ര ഭീകര സംഘടനയാണെങ്കിലും രാജ്യം അവർ ഭരിക്കുമ്പോൾ നമ്മുടെ അയൽ രാജ്യമാണ്, ദക്ഷിണേഷ്യയിലെ പ്രധാന രാജ്യമാണ്, സാർക്കിന്റെ ഭാഗമാണ്. നമുക്കെതിരെ ഒരു അച്ചുതണ്ട് ചൈനയും പാകിസ്ഥാനും റഷ്യയും ഇറാനും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയാൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാർക്കാണ്. നമ്മുടെ രാജ്യത്ത് തീവ്രവാദം വളരുവാനും അത് കാരണമാകും. കാരണം ഇന്ത്യയിലേക്ക് ഭീകരാക്രമണത്തിന് കൂടുതൽ ശക്തമായ പിന്തുണ അവർക്ക് കിട്ടും താലിബാന്റെ ഭാഗത്ത് നിന്ന്. അപ്പൊ ആ നിലയിലെല്ലാം നമുക്ക് വലിയ ഈ തീവ്രവാദം അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അത് അടിവേരറക്കുക എന്നതായിരിക്കണം. അത് അക്കാര്യത്തിലൊക്കെ വലിയ വർത്തമാനങ്ങൾ പറയുന്നുണ്ടെങ്കിലും നമ്മുടെ നരേന്ദ്രമോദി സർക്കാരും വേണ്ടത്ര വിജയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇപ്പോഴും എത്രയോ ആയിരക്കണക്കിന് ഭീകര തീവ്രവാദ ഗ്രൂപ്പുകള്, സ്ലീപ്പിംഗ് സെല്ലുകള് പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട്. അത് മാധ്യമങ്ങളിൽ പോലും ഉണ്ടെന്ന് എനിക്കറിയാം, സർക്കാരിലുണ്ടെന്ന് എനിക്കറിയാം, വിവിധ സന്നദ്ധ സംഘടനകളിലുണ്ട്, മറ്റു മതവിഭാഗങ്ങളിൽ പോലും ഇവരുടെ തീവ്രവാദ സ്ലീപ്പർ ഗ്രൂപ്പുകൾ കടന്നു കയറിയിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു ശക്തി ഇതിനെ അടിവേരറക്കാനായി വളരെ ഇന്ത്യ ഒറ്റക്കെട്ടായി, ജാതിയും മതവും രാഷ്ട്രീയവും മാറ്റിവെച്ച് ഇന്ത്യ എന്ന രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ മാത്രമേ ഇത്തരം തീവ്രവാദങ്ങൾ, അത് ഏത് തീവ്രവാദമായാലും അതിനെ ഒരേ ശക്തിയോടെ കാണേണ്ടതുണ്ട്, ഒരേ എതിർപ്പോടെ കാണേണ്ടതുണ്ട്. അത് നമുക്കറിയാം, ഹമാസാണ് ആദ്യമേ ഇവിടെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനിന്റെ പിടിച്ചടക്കലിനെ ആദ്യം പിന്തുണച്ചത്. അപ്പം അത് ഹമാസിന്റെ ആയാലും പാകിസ്ഥാന്റെ അൽഖ്വയ്ദയുടെ ആയാലും IS-ന്റെ ആയാലും താലിബാന്റെ ആയാലും അല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും നമ്മൾ പേര് പറയുന്നില്ല, നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിൽ വരെ ഈ തീവ്രവാദ ഗ്രൂപ്പുകളുണ്ട്. ഇവരെ എല്ലാം ഒരേപോലെ കാണേണ്ടതുണ്ട്. ഇവരെ ഇത്തരം തീവ്രവാദവും ഭീകരതയും അവസാനിപ്പിക്കാൻ നമ്മൾ വർത്തമാനത്തിന് അപ്പുറത്ത് കിടന്ന് കൃത്യമായ നടപടികൾ ഉണ്ടാകണം. അതിന് ഈ ന്യൂനപക്ഷ വിരുദ്ധ നടപടികളും ഭീകര വിരുദ്ധ നടപടികളുമല്ല, എല്ലാ മുസ്ലിങ്ങളെയും ഭീകരരായി കാണുകയോ തീവ്രവാദികളായി ചിത്രീകരിക്കുകയോ അല്ല അതിനുള്ള സമീപനം. നമുക്കറിയാം, മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും നല്ലവരാണ്. അപ്പോ അതിനകത്തെ ഒരു 10% അല്ല 5% വരുന്ന തീവ്രവാദ ഗ്രൂപ്പുകളെ കണ്ടെത്തുകയും അവരെ നമ്മൾ നിഷ്ക്രിയരാക്കുകയും ചെയ്യുക മാത്രമാണ്. അതിലേക്കാണ് ശ്രദ്ധിക്കേണ്ടത്. വ്യക്തമാണ് ശ്രീ ജോർജ് കല്ലുവേലിൽ. ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ, ഈ ഒരു നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ഉയർത്തുന്ന വെല്ലുവിളികളാണ്. പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നമുക്കറിയാം, ഈ 2004 ആ ഒരു കാലഘട്ടത്തിൽ IS അധിനിവേശം മധ്യപൂർവേഷ്യയിൽ ഉണ്ടായപ്പോൾ അവിടെ സംഭവിച്ച ഒരു അഭയാർത്ഥി പ്രവാഹമാണ്. ആ അഭയാർത്ഥികൾ യൂറോപ്പിലേക്ക് കടന്നു വരുന്നു. ആ അഭയാർത്ഥികൾക്കിടയിൽ തീവ്ര ചിന്താഗതിയുള്ളവർ നുഴഞ്ഞു കയറി യൂറോപ്പിൽ പ്രശ്നമുണ്ടാക്കുന്നു. ആ ഒരു തിരക്കഥ ഇവിടെ ആവർത്തിക്കപ്പെടാനുള്ളൊരു സാധ്യതയില്ലേ? നമുക്കറിയാം, ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്നും അഭയാർത്ഥികളുടെ വലിയൊരു പ്രവാഹമാണ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുന്നത്. പക്ഷേ തുർക്കി പോലുള്ള രാജ്യങ്ങൾ അതിന് തടയിടുന്നു. ഇതിന് പിന്നിൽ ഇത്തരം ഈ ഒരു അജണ്ട കൂടി നാം കാണേണ്ടതല്ലേ ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കൽ? ജോർജ്, ഈ അഭയാർത്ഥി പ്രവാഹം എന്ന് പറയുന്ന കാര്യം തന്നെ ഒരു വളരെ പ്ലാൻഡ് ആയിട്ട് നടത്തുന്ന ഒരു ഇൻഫിൽട്രേഷൻ സ്ട്രാറ്റജിയാണ്. അതിന്റെ കാരണം,
ഒരിക്കലും ഒരു രാജ്യത്ത്, ഇപ്പൊ അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഇപ്പൊ രാജ്യം, ഈ അഫ്ഗാനിസ്ഥാൻ രാജ്യത്ത് എണ്ണമറ്റ ചെക്ക് പോസ്റ്റുകളാണ് അൽ ഖ്വയ്ദ മീൻസ് നമ്മുടെ താലിബാൻ ഇവിടെ ഇപ്പൊ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിന്റെ വീഡിയോ ഫുട്ടേജുകൾ അടക്കം ഇപ്പൊ മൊബൈൽ ഫോൺ ഫുട്ടേജുകൾ ഇഷ്ടം പോലെ ഇപ്പൊ തന്നെ ഈ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. എണ്ണമറ്റ ചെക്ക് പോസ്റ്റുകളാണ്. അപ്പോ ഈ താലിബാന്റെ പോരാളികൾ എവറി സ്ട്രീറ്റിലെ എല്ലാ സ്ട്രീറ്റിന്റെയും എവറി നുക്ക് ആൻഡ് കോർണറിലും താലിബാന്റെ പോരാളികൾ AK-47 തോക്കുമായിട്ട് നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് അഭയാർത്ഥികൾ എന്ന പേരിൽ ഈ താലിബാന്റെ ചെവി അറിയാതെ ഒരു ഈച്ചക്ക് പോലും പുറത്തു കടക്കാൻ പറ്റില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിതമായ ആ ഇസ്ലാമിക രാജ്യത്ത് നിന്ന് ഒരു കാഫിറിന്റെ രാജ്യത്തേക്ക് ഹിജറ നടത്തുക എന്നുള്ളത് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അവൻ മുർദത്താകുന്നതിന് തുല്യമാണ്, അവൻ മതം വിടുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മത നിയമപ്രകാരം അത് സാധ്യമല്ല. അങ്ങനെ പോകുന്നവരെ കൊന്നൊടുക്കാനും ഇവർക്ക് സാധിക്കും. ഇവിടെ നടക്കുന്നത് അഭയാർത്ഥി പ്രവാഹത്തെക്കാൾ ഉപരി ടാർഗറ്റഡ് ഇൻഫിൽട്രേഷന് വേണ്ടിയുള്ള ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ കൂടുതൽ നടക്കുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ഈ പറയുന്ന ആളുകൾ ഈ ചരിത്രം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞിടക്ക് നടന്ന ഫ്രാൻസിലെ ഭീകരാക്രമണങ്ങൾ നടത്തിയത് മുഴുവൻ അഭയാർത്ഥികളായിട്ട് വന്ന ആളുകളാണ്. അതിന് തൊട്ടുപുറകെ നടന്ന ഫ്രാൻസിലെ നീസിൽ നടന്ന ഭീകരാക്രമണം, നമ്മുടെ UK നടന്നിട്ടുള്ള ലണ്ടൻ ട്യൂബിലടക്കം നടന്നിട്ടുള്ള കത്തിക്കുത്ത് തുടങ്ങിയ എല്ലാ ഭീകരാക്രമണങ്ങളും, ഈ ഭീകരാക്രമണങ്ങളുടെ എല്ലാത്തിനും ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ അഭയാർത്ഥികളായിട്ട് വന്നവരാണ്. അപ്പോൾ ഈ അഭയാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലും രണ്ട് തരത്തിലാണ് അഭയാർത്ഥികൾ. ഒന്ന്, വളരെ വിദഗ്ധമായിട്ട് ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ചാരന്മാരായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഈ അഭയാർത്ഥികളുടെ കൂടെ ഡിസ്ഗൈസ് ആയിട്ട് വരുന്ന ഇതുപോലുള്ള തീവ്രവാദികൾ. രണ്ടാമത്തെ സെക്ട് എന്ന് പറയുന്നത് അഭയാർത്ഥികളായിട്ട് വരും, ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെയും സമാധാനം പുലരുന്ന മതേതര രാഷ്ട്രങ്ങളുടെയും ഉപ്പും ചോറും തിന്ന് കൊഴുത്തു കഴിയുമ്പോൾ വീണ്ടും ഉള്ളിൽ കിടക്കുന്ന മതഭ്രാന്ത് എന്ന് പറയുന്ന ഇസ്ലാമിക മതത്തിന്റെ തീവ്ര ചിന്തകൾ അവരിലേക്ക് അവിടങ്ങളിൽ തന്നെയുള്ള മത മൗലികവാദികൾ തിരികെ കയറ്റും. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്രയോ ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തു. ഈ ഫ്രാൻസിൽ നടന്ന ഭീകരാക്രമണം മുതൽ ശ്രീലങ്കയിൽ നടന്ന ഭീകരാക്രമണങ്ങൾക്ക് വരെ കേരളത്തിൽ ലിങ്കുകൾ ഉണ്ടായി. കഴിഞ്ഞ ദിവസം NIA വന്ന് 2 സ്ത്രീകളടക്കം ഉള്ളവരെ അറസ്റ്റ് ചെയ്തു ഭീകരാക്രമണത്തിന് വേണ്ടി. ഇവരെല്ലാം അഭയാർത്ഥികളായിട്ടാണോ? അല്ല. ഇവരെല്ലാം ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന, ഇവരെല്ലാം ധിഷണാപരമായിട്ട് ബൗദ്ധികപരമായിട്ട് ഇസ്ലാമിക ഐഡിയോളജി ഉപയോഗിച്ച് ഇവരെ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്ന ഇൻഫിൽട്രേറ്റേഴ്സ്, ഇത്തരത്തിലുള്ള മതപണ്ഡിതന്മാർ കേരളത്തിലുണ്ട് എന്നതിന്റെ തെളിവാണ് ഇത്രയധികം ആളുകൾ IS-ലേക്കും എന്തിന് താലിബാൻ കീഴടക്കിയപ്പോൾ ഇരുന്ന് കരഞ്ഞവൻ വരെ മലയാളിയായിരുന്നു എന്ന് നമ്മൾ വീഡിയോ ഫുട്ടേജ് അടക്കം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഈ അഭയാർത്ഥികളായിട്ട് പോകുന്നവർ പോലും, ഇവർ ജെന്യൂൻ അഭയാർത്ഥികളാണെങ്കിൽ പോലും ഇവരെ ഇൻഫിൽട്രേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് എളുപ്പമാണ്. കാരണം ഇവിടുത്തെ പ്രശ്നം സാമൂഹികമല്ല, മതമാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ ഇവിടെ സംഭവിക്കുന്ന അഭയാർത്ഥി പ്രവാഹം ഇൻഫിൽട്രേറ്റേഴ്സ് ആണെങ്കിലും ജെന്യൂൻ അഭയാർത്ഥി ആണെങ്കിലും രണ്ടും ഒരുപോലെ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യങ്ങൾക്ക് പ്രശ്നമാണ്. ഇവിടുത്തെ ഒരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. ഈ താലിബാൻ അവിടെ സ്ഥാപിക്കുന്ന എന്താ? ഇസ്ലാം മതരാഷ്ട്രമല്ലേ? ആണ്. ഖുറാനിലോ ഹദീസിലോ പറയാത്ത എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് വരെ താലിബാൻ ചെയ്തായിട്ടൊരു രേഖയുണ്ടോ? ഇല്ല. ഒരു നിമിഷം ശ്രീ സെബാസ്റ്റ്യൻ പുന്നിക്കൽ, അങ്ങ് ചൂണ്ടിക്കാണിച്ച ഒരു കാരണങ്ങൾ കൊണ്ടാണോ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഈ അഭയാർത്ഥികളെ സ്വീകരിക്കാതിരിക്കുന്നത്? 100% അതുകൊണ്ട് തന്നെയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോ സിറിയയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായി. സിറിയക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാ? വെറും 10-500 കിലോമീറ്റർ അല്ലെങ്കിൽ 1000 കിലോമീറ്ററിൽ താഴെ കരമാർഗം യാത്ര ചെയ്താൽ ഈ പറയുന്ന സിറിയക്ക് ചുറ്റുമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് എത്താം. അവിടെ എങ്ങും പോകാതെ മെഡിറ്ററേനിയൻ കടലും ക്രോസ് ചെയ്ത് ഈ ഉരുക്കളിൽ കയറി, അതായത് ഒരു എന്താ പറയാ, ഒരു ബോട്ടിനകത്ത് 40 പേർക്ക് കയറാമെങ്കിൽ 500 പേരും 600 പേരും കയറി മുങ്ങി മരിക്കത്തക്കതണം റിസ്ക് എടുത്ത് ഇവരെ കയറ്റിവിടുന്ന ഹ്യൂമൻ ട്രാഫിക്കേഴ്സ്. ഈ മിഡിൽ ഈസ്റ്റേൺ കൺട്രികളൊന്നും ഇവരെ സ്വീകരിക്കാതെ ഇവരെ പുഷ് ചെയ്ത് വിടുന്നത് എങ്ങോട്ടാ? ക്രൈസ്തവ രാഷ്ട്രങ്ങളിലേക്ക്, മതേതര രാഷ്ട്രങ്ങളിലേക്ക്, മതസ്വാതന്ത്ര്യമുള്ള രാഷ്ട്രങ്ങളിലേക്ക്. ഇത് ഒരു ഇൻഫിൽട്രേഷൻ ആണ്. ഇവർ ചെയ്യുന്ന ഒരു ഇസ്ലാമിക രാജ്യസ്ഥാപനത്തിന് വേണ്ടി ഇവർ നടത്തുന്ന ഒരു ഇൻഫിൽട്രേഷൻ ആണ് നമുക്ക് കാണാൻ സാധിക്കും. ഫ്രാൻസിൽ വെറും 5% മുകളിലായപ്പോൾ ഇവിടെ കഴിഞ്ഞിടയ്ക്ക് എനിക്കെതിരെ അറ്റാക്ക് നടത്തുന്നതായിട്ട് ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നതിന്റെ ഭാഗമായിട്ട് ഇവിടുത്തെ പോലീസ് അധികാരികളുമായിട്ട് ഞാൻ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഒരു 10% കഴിഞ്ഞാൽ അവരുടെ പ്രസൻസ് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞു. അപ്പോ എന്നോട് സംസാരിച്ച ഡിറ്റക്റ്റീവ് പറഞ്ഞു, അതെ പക്ഷെ അയർലൻഡിൽ 10% ഉണ്ടല്ലോ, എന്നിട്ട് നമ്മൾക്കൊരു പ്രശ്നമില്ലല്ലോ. ഞാൻ പറഞ്ഞു 100% ഞാൻ പറയാം, ഇവിടെ 10% ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ
ഇവിടെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, നിങ്ങൾ ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. പുള്ളിക്കാരൻ എന്നിട്ട് വിശ്വാസം വരാതെ പുള്ളി ചെക്ക് ചെയ്തു എത്ര പോപ്പുലേഷൻ ഉണ്ടെന്ന്. ലെസ് ദാൻ 0.1% അയർലൻഡിലുള്ളൂ. കാര്യം ഫ്രാൻസിൽ വെറും 5% പാസ് ചെയ്തപ്പോൾ നമുക്ക് കാണാം എത്ര ശക്തമായ ഭീകരാക്രമണങ്ങളാണ് ഫ്രാൻസിൽ നടന്നത്. ഒരു മുഹമ്മദിന്റെ കാർട്ടൂൺ വരച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ഥാപനം തന്നെ ബോംബിട്ട് തകർക്കുകയും ആ കാർട്ടൂൺ ഒരു സ്കൂളിൽ ഒരു ആശയ സംവാദം എന്ന നിലയിൽ ഒരു കാർട്ടൂൺ കാണിച്ചതിന് ഒരു അധ്യാപകനെ പരസ്യമായി കഴുത്തറുത്ത് കൊല്ലുകയും ചെയ്ത തരത്തിൽ ഇസ്ലാമിക തീവ്രവാദം ഫ്രാൻസിൽ വരാനും അത്തരത്തിലുള്ള സപ്പോർട്ടുകൾ അവർക്ക് കിട്ടാനും കാരണം എന്താണ്? ഇത്തരത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും അവരുടെ പ്രവാചകനും സുന്നത്തും അത് കഴിഞ്ഞിട്ടേ അവർക്ക് എന്തുമുള്ളൂ. അപ്പോൾ ഒന്നുകിൽ മുസ്ലിമായി പ്രവാചകനും സുന്നത്തും അനുസരിച്ച് ഈ ശരിയ നിയമം പാലിച്ച് ജീവിക്കുക, അതല്ലെങ്കിൽ ഇസ്ലാം മതം വിടുക എന്ന ഓപ്ഷൻ അല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇസ്ലാം മതം മുന്നോട്ട് വെക്കുന്നില്ല. ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിട്ട് ശരീഅത്ത് നിയമമുള്ള രാജ്യം ഉണ്ടാക്കി മാറ്റുകയോ അത്തരം രാജ്യങ്ങളിലേക്ക് ഹിജറ ചെയ്യുകയോ, അതായത് പലായനം ചെയ്യുകയാണ് ഒരു ഇസ്ലാമിന് മുമ്പിലുള്ള ഒരേ ഒരു വഴി, അൺലെസ് അവൻ മതം വിട്ടില്ലെങ്കിൽ. അപ്പൊ ഇതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾക്ക് ഇപ്പൊ ജോർജ് വയലിൽ തന്നെ പറഞ്ഞു, വളരെ ചുരുക്കം മുസ്ലിങ്ങൾ മാത്രമാണ് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അല്ല, MK മുനീറിന്റെ പോസ്റ്റിന്റെ താഴെ ഒന്ന് വായിച്ചു നോക്കുക. എത്ര നൂറുകണക്കിന് കമന്റുകൾ MK മുനീറിനെ വിമർശിച്ചുകൊണ്ട് വന്നിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും. നൂറുകണക്ക് കമന്റുകൾ. അപ്പോ ഇത് ഒരു ചെറിയ സമൂഹമല്ല. കേരളത്തിൽ ഇവിടെ പടർന്നു പിടിക്കുന്ന ഇസ്ലാം മതത്തിനിടയിൽ തന്നെ പടർന്നു പിടിക്കുന്ന ഒരു തീവ്രവാദമാണ്. അങ്ങനെ പടർന്നു പിടിക്കുന്ന ഒരു കാരണമുണ്ട്. അതായത് ഇപ്പൊ ഇവിടെ താലിബാൻ ഇവിടെ വന്നൊരു ഇൻഫിൽട്രേഷൻ നടത്തിയോ ഒരു അറ്റാക്ക് നടത്തുകയോ ചെയ്താലും കേരളത്തിലെ ഒരു മുസ്ലിമിന് പോലും അതിനെ എതിർക്കാൻ സാധിക്കില്ല. ഇപ്പൊ സ്ത്രീകള് ബുർഖയിടാതെ പുറത്തിറങ്ങരുതെന്ന് താലിബാൻ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് സാധിക്കില്ല. കാര്യം എന്താ? അവർ ചെയ്യുന്ന അള്ളാഹുവിന്റെ നിയമം, അതിനെ എതിർത്താൽ അള്ളാഹുവിന്റെ നിയമത്തെയാണ് എതിർക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു മുസ്ലിമിന് പോലും അവൻ മുസ്ലിം ആണെങ്കിൽ ഈ കേരളത്തെ ഇസ്ലാമിക ശക്തികൾ ആക്രമിച്ച് കീഴടക്കിയാൽ അതിനെ എതിർക്കാൻ വാക്കുകൊണ്ട് പോലും എതിർക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്ന മുഹമ്മദിന്റെ പ്രശസ്തമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിനകത്ത് പറയുന്നത് ഈ ഇന്ത്യയെ കീഴടക്കുക എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്, ഇസ്ലാമിക രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുക എന്നുള്ളത്. ഇന്ത്യയെ കീഴടക്കുന്നവന് സ്വർഗം ലഭിക്കും. ഈ ഹദീസ് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ പ്രശസ്തനായ പാകിസ്ഥാൻ ക്രിക്കറ്റർ ഷൊഹൈബ് അക്തർ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയതിന്റെ വീഡിയോ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിരുന്നു. ഗസ്വ ഇ ഹിന്ദ് എന്ന് പറയുന്നത്. അപ്പൊ ഈ അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇന്ത്യ അടക്കമുള്ള ഈ ലെവന്റ് എന്നവർ വിളിക്കുന്ന ഈ ഒരു ഭരണ പ്രദേശത്തെ ഈ ഇന്ത്യയെ കീഴടക്കിക്കൊണ്ട് പൂർത്തീകരിക്കുക എന്നുള്ളത് മുസൽമാന്റെയും സ്വപ്നമാണ്. അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അഡ്വക്കേറ്റ് ജയസുരൻ, നേരത്തെ ശ്രീ സെബാസ്റ്റ്യൻ പുന്നക്കലിനോട് ചോദിച്ച ഈ അഭയാർത്ഥി പ്രവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങ് ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയാണ്. സ്വാഭാവികമായും അഫ്ഗാനിസ്ഥാനിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിലേക്കും ഒരു അഭയാർത്ഥി പ്രവാഹം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഒരു നിലപാട് എന്തായിരിക്കും ശ്രീ അഡ്വക്കേറ്റ് ജയസുരൻ? ഇന്ത്യയുടെ നിലപാട് ഇന്ത്യ ഇപ്പൊ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായിട്ടല്ല, ഔദ്യോഗികമായിട്ട് ഉള്ള ഒരു പ്രഖ്യാപനമല്ല എങ്കിൽ പോലും ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വരുന്ന അവിടുത്തെ സിഖുകാര്, അതുപോലെ അവിടുത്തെ ഹിന്ദുക്കള്, ഇങ്ങനെയൊക്കെയുള്ളവർ തീർച്ചയായിട്ടും അവരെ ഇവിടെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, ഇന്ത്യയുടെ അഫ്ഗാനിസ്ഥാനിലെ നടപടികൾക്ക് പിന്തുണ കൊടുത്ത മുസ്ലിം, അവരിപ്പം അവിടെ വധഭീഷണിക്ക് മുമ്പിലാണ്. കാരണം ഇന്ത്യയെ പിന്തുണച്ചു, ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ, വളരെ വിശാലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നു. അപ്പോ അങ്ങനെയുള്ളവരെയും ഇന്ത്യ പിന്തുണയ്ക്കും സംരക്ഷിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പൂർണ്ണമായിട്ടുള്ളതല്ല, ആദ്യമായിട്ട് വന്ന ഒരു കാര്യമാണ്. പക്ഷെ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് പ്രഖ്യാപിക്കും. ഏതായാലും ഈ അഭയാർത്ഥി പ്രവാഹത്തില് അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്ന അമുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ പിന്തുണച്ച മുസ്ലിങ്ങളെയും ഇന്ത്യ സംരക്ഷിക്കും, സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് ഈ അവസരത്തിൽ നമുക്ക് കിട്ടുന്ന വിവരം. പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു നയം അടുത്ത ദിവസങ്ങളിൽ രൂപപ്പെട്ടു വരികയുള്ളൂ. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് കൃത്യമായ ഒരവസ്ഥയിലേക്ക് മാറിയിട്ടില്ല. അതുകൊണ്ട് അഭയാർത്ഥി പ്രവാഹം തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ അഭയാർത്ഥി പ്രവാഹത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ അഭയാർത്ഥികളുടെ പേരിൽ കടന്നു വരുന്ന തീവ്രവാദികൾ, അവരെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടതായി വരും. വളരെയേറെ ജാഗ്രതയോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ശ്രീ ജോർജ് കല്ലുവയിൽ സൂചിപ്പിച്ചപ്പോൾ വേണ്ടത്ര മോദി ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ചെയ്തോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി.
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൾഫ് രാജ്യം പോലെ ഒരു പഞ്ചായത്തിന്റെ വലിപ്പത്തിലുള്ള രാജ്യമല്ല. 135 കോടി ജനങ്ങളുള്ള ഒരു രാജ്യം. ഇവിടെ ലോകത്തുള്ള എല്ലാ ഇസ്ലാമിക തീവ്രവാദികൾക്കും ശക്തമായി പിന്തുണ കൊടുക്കുന്ന ഒരു അന്തരീക്ഷം, നിരന്തരമായിട്ടുള്ള ബോംബാക്രമണങ്ങളും മറ്റ് ആക്രമണങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഒരു രാജ്യം. അവിടെ ഇപ്പോൾ കേരളം ഒഴികെയുള്ള പ്രദേശങ്ങളൊക്കെ തന്നെ കാശ്മീരടക്കം ഇന്ന് സമാധാനത്തിന്റെ മാർഗത്തിലേക്ക് വന്നു എങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ മോദി ഗവൺമെന്റിന്റെ സുശക്തമായിട്ടുള്ള നടപടികളുടെ ഫലമാണ്. അതിർത്തി കടന്നിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്ക് വരെ ചെയ്തുകൊണ്ട് ഏത് തീവ്രവാദത്തെയും അതിശക്തമായിട്ട് അടിച്ചമർത്തും. അതിനാരെയും ഭയമില്ല. അമേരിക്കയാണെങ്കിലും മറ്റാരാണെങ്കിലും ചെയ്യാനുള്ളത് ഇന്ത്യ ചെയ്തിരിക്കും എന്ന് കാണിച്ചു കൊടുത്ത ഒരു ഭരണകൂടം ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വളരെ കൃത്യവും വ്യക്തവുമായ നിലപാടെടുക്കും. എന്നാൽ അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര രംഗത്ത് അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ കിടപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുരക്ഷാ കാരണങ്ങളാൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് വളരെ നിരീക്ഷിച്ചിട്ടും വളരെ പഠിച്ചിട്ടുമായിരിക്കും ഇക്കാര്യത്തിൽ ഇന്ത്യ അതിന്റെ നിലപാട് പ്രഖ്യാപിക്കുക. പിന്നെ പ്രഖ്യാപിക്കുന്ന നിലപാടിനേക്കാൾ ഏറെ നമ്മൾ പുറത്തറിയാത്ത മറ്റു പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ടാകും. ഒന്ന് രണ്ട് ഉദാഹരണം മാത്രം ഞാൻ പറയാം. അഫ്ഗാനിസ്ഥാനിലെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഇന്ത്യക്ക് ഒരു വലിയ സ്വീകാര്യത ഇപ്പോൾ ഉണ്ട്. അവിടെ നടത്തിയതായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പാർലമെന്റിന്റെ നിർമ്മാണം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് അടക്കം അഫ്ഗാനിസ്ഥാനിലെ പൊതുസമൂഹം അപ്പാടെ താലിബാൻ മനോഭാവമുള്ളതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അവിടെ ഒരു ആഭ്യന്തരമായ വ്യത്യസ്തമായ ഒരു ചിന്ത, എല്ലാ ജനങ്ങളും അഫ്ഗാനിസ്ഥാന്റെ പുറത്തേക്ക് പോകാൻ പലായനം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അവര് ഇസ്ലാമിക ശരിയ നിയമങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണല്ലോ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ, പാകിസ്ഥാന്റെ ആ ഒരു ശൈലി ഇഷ്ടപ്പെടാത്ത ജനങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ആ തരത്തിലുള്ള ജനവിഭാഗങ്ങളുടെ പിന്തുണ ആർജിച്ചെടുക്കാനുള്ള നയപരമായ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളും ഭാരതം നടത്തുന്നുണ്ട് എന്നുള്ളതും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. ഇത് തന്നെയാണെങ്കിലും ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു അവസ്ഥ നമ്മൾ എടുക്കും. അത് അടുത്ത ദിവസങ്ങളിൽ കാണാൻ പറ്റും. നമ്മൾ ചർച്ചയുടെ ഒരു അവസാനത്തിലേക്ക് വരുമ്പോൾ അവസാനമായി ശ്രീ ജോർജ് കല്ലുവേലിൽ, നമ്മൾ ഈ ചർച്ച ചെയ്ത ഈ ആശയങ്ങളുടെ എല്ലാം ഒരു വെളിച്ചത്തിൽ ഈ താലിബാനിസം അതിൻ്റെ ഒരു കടന്നുകയറ്റം കേരളത്തിൽ വരുന്നതിന് നമ്മൾ തടയിടുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്? ശ്രീ ജോർജ് കല്ലുവേലിൽ. ജോർജി, നമ്മളത് വളരെ ഈ താലിബാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന കാര്യത്തില് എനിക്ക് സെബാസ്റ്റ്യൻ പുന്നക്കൽ പറഞ്ഞതിനോടും ജയസൂര്യ പറഞ്ഞതിനോടൊക്കെ പൂർണ്ണ യോജിപ്പാണുള്ളത്. നമ്മുടെ താലിബാന്റെ ഒരു ചരിത്രമുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം കേരളത്തിലേക്ക് വരാൻ. അതായത് താലിബാന് അധികാരം കിട്ടിയപ്പോ നമുക്ക് അവിടെ ഒരു 6-ാം നൂറ്റാണ്ടിലെ ഒരു വലിയ ബാമിയാൻ എന്ന് പറയുന്ന മേഖലയിൽ ഉണ്ടായിരുന്ന വലിയൊരു ബുദ്ധ സ്റ്റാച്ചു ഉണ്ട്. അത് പൗരാണികമായി ഒരു മോണിമെന്റ് ആണ്. ആ സ്റ്റാച്ചു തകർക്കില്ല എന്ന് മുല്ല ഒമർ വാഗ്ദാനം കൊടുക്കുകയും 1999 അത് ഡിഗ്രി ഇറക്കുകയും ചെയ്തതാണ്. പക്ഷേ 2001 മാർച്ചിൽ തന്നെ ഈ മുല്ല ഒമറിന്റെ സേന തന്നെ അതേ പൗരാണിക 6-ാം നൂറ്റാണ്ടിലെ പൗരാണിക സ്റ്റാച്ചു തകർത്തു, പൂർണ്ണമായും നാമാവശേഷമാക്കി. ഒരു മലയില് കാർന്നെടുത്ത ഒരു വലിയ ബുദ്ധ സ്റ്റാച്ചു വരുന്നത്, അത് തകർത്തു. അതായത് അവിടെ അവര് ഏറ്റവും കൂടുതൽ താലിബാൻ ലക്ഷ്യമിടുന്നത്, ഒന്നാമത് അവര് സിഖുകാരോട് മാത്രമാണ് ഇന്ത്യയില് ഒരു സോഫ്റ്റ് കോർണർ ഉള്ളത്. ഷിയ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ഹിന്ദുക്കളോടും ഒരു ശത്രുതാ മനോഭാവത്തിൽ തന്നെയാണ് താലിബാൻ നിൽക്കുന്നത്. ആ താലിബാന് പിന്തുണ കൊടുക്കുന്ന, മാനസികമായെങ്കിലും പിന്തുണ കൊടുക്കുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലും ഇന്ത്യയിലും ഉണ്ട് എന്നതാണ് നമ്മുടെ ഓർക്കാൻ എടുത്തത്. അവിടെ അത് അറിഞ്ഞുകൊണ്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും നമ്മൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് ഒരു മുനീറിന്റെ പോസ്റ്റിൽ അടി വന്നത് മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന സമൂഹത്തിലെ ഒത്തിരിയേറെ ആളുകൾക്കിടയിൽ ഈ താലിബാനോടും അൽഖയ്ദയോടും IS-നോട് പോലും അവരൊക്കെ തെറ്റ് ചെയ്തവരെ ക്രൂശിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയുടെ ഭീകരതയ്ക്കെതിരെ പോരാടി എന്നൊക്കെയുള്ള രീതിയിൽ പോരാളികളായി ചിത്രീകരിക്കുവാനും ഒക്കെ നടക്കുന്ന ശ്രമങ്ങളാണ് വളരെ അപായ സൂചനകൾ നൽകുന്നത്. മത തീവ്രവാദം അതിഭീകരമായി നമ്മുടെ സമൂഹത്തിൽ വളരുന്നുണ്ട്. അക്കാര്യത്തില് എനിക്ക് പുന്നക്കൽ പറഞ്ഞതിനോട് പൂർണ്ണ യോജിപ്പാണ്. പക്ഷേ ഇവിടെ ഞാൻ അതിനെ കാണുന്നില്ല. ഇപ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ വളരെയേറെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യ ഒട്ടിക്ക് പലതവണ പോയിട്ടുണ്ട്, വിദേശത്ത് ഒത്തിരി തവണ പോയിട്ടുണ്ട്, ഈ പാകിസ്ഥാൻ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഒത്തിരിയേറെ മാധ്യമ പ്രവർത്തകരുമായി ഞാൻ ദക്ഷിണേഷ്യൻ എഡിറ്റേഴ്സിന്റെ കോൺഫറൻസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പൊ അവിടെയൊക്കെ ഞാൻ കാണുന്നത് നല്ലവരായ ജനവിഭാഗം ഒത്തിരിയേറെ ഇപ്പോഴും ശേഷിക്കുന്നുണ്ട്. അപ്പോ
ഈ നല്ലവരെ അതിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും മത തീവ്രവാദത്തിന്റെ എല്ലാ തരത്തിലുള്ളതിനെ വളരെ കൃത്യമായ ലക്ഷ്യത്തോടു കൂടി നമ്മൾ അതിനെ ഇല്ലാതാക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ അപകടം വരും. അതാണ് ഇവിടെ ഞാൻ നേരിടുന്ന കാണുന്നത്. കേരളത്തിൽ നമുക്കറിയാം പല ക്യാമ്പുകളും നടന്നു. ഈരാറ്റുപേട്ടയ്ക്കടുത്ത് വാഗമണ്ണി നടന്ന ക്യാമ്പ്, മലപ്പുറത്ത് നടന്നത്, കണ്ണൂര്, കാസർഗോഡ്, പല മേഖലകളിലും. ഇപ്പൊ ഇന്ന ജില്ലയെന്നില്ല, എറണാകുളത്ത് നമുക്കറിയാം, കളമശ്ശേരിയിൽ. അപ്പോ എല്ലായിടത്തും ഭീകരതയുടെ അത് ജാതിയോ മതമോ പറയണ്ട, ആ ഭീകരതയുടെ അടിവേരുകളെ ആരുടെ ആയാലും അത് തകർത്തേ പറ്റൂ. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഫ്രാൻസിൽ നടന്ന ഭീകരാക്രമണങ്ങൾ മുതല് എല്ലാം നമുക്ക് ഈ അഭയാർത്ഥികളോടൊപ്പം വരുന്ന എല്ലാവരും അഭയാർത്ഥികളാവണമെന്നില്ല. അപ്പോ അഭയാർത്ഥികളുടെ മറവിലും ഇത് തീവ്രവാദം വളർത്തുവാനും ഭീകരതയ്ക്ക് വളം വെച്ചു കൊടുക്കുവാനുമുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് അതിനെതിരെ ഇപ്പൊ നമുക്കറിയാം മ്യാൻമറിൽ നിന്നും വന്നിരിക്കുന്ന റെഫ്യൂജീസ്, അവര് വലിയേറെ ആളുകൾ ഇന്ത്യയിലുണ്ട്. അവരുടെ കാര്യത്തിലൊക്കെ നമുക്ക് തീരുമാനം. ഞാൻ അഭയാർത്ഥികളെ വളരെ കരുണയോടെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയാകണം പ്രധാനം. അതിനാണ് മുഖ്യം. ഇന്ത്യയും ഭാരതവുമാണ് പ്രധാനം. അവർക്കാണ് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഒരു സമൂഹമായി നിൽക്കേണ്ടത്. ജാതി മത ഭിന്നതകൾ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് അറിയാം, ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്ത് ഈ ശരീഅത്ത് ലോയ്ക്കെതിരെയുള്ള ചർച്ചകളെ പോലും താലിബാൻ അംഗീകരിക്കുന്നില്ല. അല്ലെങ്കിൽ ശരീഅത്ത് ലോയില് അങ്ങനെയല്ലല്ലോ പറയുന്നത്, അല്ല ഇസ്ലാം ഇങ്ങനെ അല്ലല്ലോ പറയുന്നതെന്ന് ആരെങ്കിലും പറയുന്ന ജേർണലിസ്റ്റുകൾ, കാരണം അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞു ഞങ്ങൾക്ക് അങ്ങയുടെ അഭിപ്രായം പോലും രേഖപ്പെടുത്താൻ കഴിയില്ല എന്ന് അഫ്ഗാനിസ്ഥാനിലെയും പാകിസ്ഥാനിലെയും ജേർണലിസ്റ്റുകൾ. അവര് കൂടുതലും ഷിയ പക്ഷപാതികളാണ്. നമുക്കറിയാം, അവരെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, കൊല്ലുകയാണ്, മാസക്കർ ചെയ്യുകയാണ്. അപ്പോ ഈ കൂട്ടക്കൊലകളെ പോലും ന്യായീകരിക്കുന്ന, ഏത് ഭീകരതയെയും ന്യായീകരിക്കുന്ന നമ്മുടെ ഒരു സമൂഹം നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും വളർന്നു വരുന്നുണ്ട്. അതിനെതിരെയാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ഗ്രാമത്തിലും അതിനെതിരെ ഒരു ജാഗ്രത ഉണ്ടാവേണ്ടതുണ്ട്. അതിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഒന്നിക്കേണ്ടതുണ്ട്. അവിടെ സർക്കാരിന്റെ മാത്രമല്ല, അല്ലെ സുരക്ഷാ ഏജൻസികളുടെ പോലീസിന്റെ മാത്രം ഒരു കടമയല്ല. ഇവിടെ നമ്മൾ ഒരൊറ്റ സമൂഹമായി നിന്ന് ഓരോ ഗ്രാമത്തിലും ഓരോ നഗരത്തിലും ഇവർക്കെതിരെ, ഈ ഭീകരതയ്ക്കെതിരെ, തീവ്രവാദത്തിനെതിരെ ഉറച്ച നിലപാടുകൾ എടുക്കുവാൻ നമ്മുടെ RWകൾ പോലെ, അതായത് റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകൾ പോലെ, ഈവൻ ഭവന കൂട്ടായ്മകളിൽ പോലും അത് ഉണ്ടാവേണ്ടതുണ്ട്. അത് എല്ലാ നഗരങ്ങളും, എറണാകുളത്ത് എത്തിയാൽ നമുക്കറിയാം ഇപ്പൊ പലതും ഈ ഫ്ലാറ്റ് കൂട്ടായ്മകളുണ്ട്. അപ്പൊ അവിടെ പോലും ഇത് വളരുന്നതായി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഓരോ തവണയും എറണാകുളത്ത് വരുമ്പോൾ കാണുന്ന മാറ്റങ്ങൾ. ഞാൻ 89 മുതൽ എറണാകുളത്ത് റിപ്പോർട്ടറായി ജോലി ചെയ്ത ഒരാളാണ്. 2001 ഡൽഹിക്ക് വരുന്നിടം വരെ എറണാകുളത്ത് പലതവണ ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു, കണ്ണൂർ ഉണ്ടായിരുന്നു, തൃശ്ശൂർ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ മേഖലയിലൊക്കെ വന്നിരിക്കുന്ന മാറ്റം ഇപ്പോൾ കൃത്യമായി കാണുന്നു. അത് ഈ ഭീകരതയുടെ വളർച്ച തന്നെയാണ്, തീവ്രവാദത്തിന്റെ വളർച്ച തന്നെയാണ്. അതിനെതിരെ കൃത്യമായ ജാഗ്രത സമൂഹത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കുള്ള താലിബാന്റെ കടന്നുകയറ്റം, അതുണ്ടാക്കുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളാണ് ഈ ചർച്ച പങ്കുവച്ചത്. താലിബാന്റെ തീവ്രമായ ഐഡിയോളജി, അതിന്റെ വേരുകൾ കേരള സമൂഹത്തിൽ എത്രമാത്രം ആഴ്ന്നിറങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യവും ഈ ചർച്ച മുന്നോട്ട് വെച്ചു. മതഭീകരത ഒറ്റക്കെട്ടായി അത് എതിർക്കപ്പെടേണ്ടതാണ്. ഈ ചർച്ചയിൽ ക്രിയാത്മകമായി പങ്കെടുത്ത ശ്രീ സെബാസ്റ്റ്യൻ പുന്നയ്ക്കൽ, അഡ്വക്കേറ്റ് ജയസൂര്യൻ, അഡ്വക്കേറ്റ് വിനോദ് മാത്യു, ശ്രീ ജോർജ് കല്ലുവേലിൽ, 4 പേർക്കും നന്ദി.